ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഓം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുന്നു. ദശമസ്കന്ധത്തിലെ 5-ാം അധ്യായം നമ്മൾ പകുതി എടുത്തു. ഇനി പകുതി ബാക്കിയുണ്ട്. 5-ാം അധ്യായത്തിലെ വിഷയം, ആദ്യ ഭാഗം, ശ്രീകൃഷ്ണ ജന്മോത്സവം. ഗോകുലത്തിൽ നന്ദഗോപരും യശോദയും മറ്റ് ഗോപന്മാരും ഗോപികമാരും എല്ലാം ഭഗവാന്റെ അവതാരം അല്ലെങ്കിൽ അവർക്ക് പുത്രനുണ്ടായത് വളരെ ഒരു ഉത്സവമായി സന്തോഷമായി കൊണ്ടാടുന്ന രംഗങ്ങളാണ് നമ്മൾ രാവിലെ കണ്ടത്. അതിനു മുമ്പ് തന്നെ ആ ജാതകർമ്മം അതുപോലെയുള്ള സ്വസ്ത്യയനങ്ങളൊക്കെ കുട്ടിക്ക് വേണ്ടി ചെയ്യിക്കുന്ന ചടങ്ങുകൾ, ദാനധർമാദികൾ ചെയ്യുന്നത് എല്ലാം വിശദീകരിച്ചു. ഇനിയുള്ള ഈ ഉത്സവത്തിന്റെ തുടർച്ചയായിട്ട് ഇനി കാണാൻ പോകുന്ന ഉത്തരാർദ്ധം ഈ അധ്യായത്തിൽ നന്ദഗോപര് കംസന്റെ മധുരാപുരിയിൽ ചെന്ന് കരം അടയ്ക്കാനുള്ള എന്താ പറയുക നിയുക്തമായിട്ടുള്ള ദിവസമാണ്, ഡ്യൂ ഡേറ്റ്. എല്ലാ വർഷവും ഇന്ന തീയതികളിൽ ഇവർക്ക് തീയതി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം തന്നെ ചെന്നുപോയി കൊടുക്കണം. അതങ്ങനെ കൊടുത്തില്ലെങ്കിൽ അന്വേഷണം വരും. അപ്പം അന്വേഷിച്ച് വരുമ്പോൾ ഇവിടെ ഉണ്ണി ഉണ്ടായ വിവരമൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വൈകിക്കുന്നില്ല. ഈ തിരക്കിൻ്റെ ഇടയിലും മനസ്സില്ലാ മനസ്സോടെ നന്ദഗോപര് മധുരാപുരിയിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് കരമൊടുക്കിയതിന് ശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വർഷങ്ങളായി തന്റെ ആത്മസുഹൃത്തായ ബന്ധുവായ സഹോദര തുല്യനായ വസുദേവരെ കണ്ടിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആപത്തുകളെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ 6 കുട്ടികൾ മരിച്ചുപോയതും 7ാമത്തെ കുട്ടി അലസിപ്പോയതും 8ാമത്തത് പൊങ്ങിപ്പോയതും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം അദ്ദേഹം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ബന്ധുക്കളുടെ ധർമ്മമാണ് പോയി ചെന്ന ദുഃഖത്തെ ആശ്വസിപ്പിക്കുക, തണുപ്പിക്കുക, പങ്കിട്ടെടുക്കുക, ഇതൊക്കെ. അപ്പോൾ ആ ബന്ധുധർമ്മം നിർവഹിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം വസുദേവരെ കാണാൻ കാത്തിരിക്കുന്നു. വസുദേവർ തന്നെ അദ്ദേഹത്തെ വന്നു കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഹൃദ്യമായ സമാഗമം, അതാണ് ഉത്തരാർദ്ധത്തിലെ പ്രധാന വിഷയം. അത് കഴിഞ്ഞ് അവർ തമ്മിലുള്ള കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വസുദേവർ തന്നെ നന്ദഗോപരെ വേഗം തിരിച്ചു പൊക്കോളാൻ ആവശ്യപ്പെടുന്നു. ഗോകുലത്തിലെ ചില ദുർനിമിത്തങ്ങളൊക്കെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി വൈകണ്ട എന്ന് വെച്ചാൽ വസുദേവർക്കറിയാം കംസൻ എത്ര ദുഷ്ടന്മാരെയാണ് കുട്ടികളെ കൊല്ലാനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭയമുള്ളിലുണ്ട്. അപ്പോൾ ആരാണ് എപ്പോഴാണ് ഗോകുലത്തിൽ ചാടി വീഴുക? അവിടെയാണെങ്കിൽ 1 അല്ല 2 കുട്ടികളുണ്ട്. അപ്പോൾ അവയെ രക്ഷിക്കേണ്ടത് നാഥനായിട്ടുള്ള നന്ദഗോപരുടെ കടമയാണ്.
അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ വേഗം അയക്കാനായിക്കൊണ്ട് പോകാനായി പറയുന്നു. അത് കേട്ട് നന്ദഗോപർ തിരിച്ച് മധുരയിലേക്ക് വരുന്നത് വരെയാണ് മടങ്ങുന്ന വഴി. അദ്ദേഹം അവിടുന്ന് തിരിയുന്നു, മധുരയിൽ നിന്ന് തിരിയുന്നു. ഗോകുലത്തിൽ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങളിലൂടെ നടക്കുന്നത് അടുത്ത അധ്യായത്തിലാണ് പറയുക. അതാണ് പൂതനാമോക്ഷം. പൂതനാമോക്ഷം കഴിഞ്ഞിട്ടാണ് നന്ദഗോപർ ഇവിടേക്ക് തിരിച്ചെത്തുക. അപ്പോൾ നമുക്ക് ആദ്യം വായിച്ചിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചമോധ്യായഃ. ശ്രീശുക ഉവാച. ഉത്തരാർദ്ധമല്ലല്ലോ അല്ലേ, പൂർവാർദ്ധേ പഞ്ചമോധ്യായഃ. ശ്രീശുക ഉവാച. നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഃ. आहूय विप्रान् वेदज्ञान् स्नातः शुचिरलङ्कृतः. वाचयित्वा स्वस्त्ययनम् जातकर्मात्मजस्य वै कारयामास विधिवत् पितृदेवार्चनम् तथा. धेनूनाम् नियुते प्रादाद् विप्रेभ्यः समलङ्कृते तिलाद्रीम् सप्तरत्नौघसाधकौम्बाम्बरावृतान्. कालेन स्नानशौचाभ्याम् संस्कारैः तपसेज्यया शुद्ध्यम् विधानैः सन्तुष्ट्या द्रव्याण्यात्मात्मविद्यया. सौमङ्गल्यगिरो विप्रा सूतमागतवन्दिनः. गायकाश्च जगुर्नेतुः भेर्यो दुन्दुभयो मुहुः. व्रजः संमृष्टसंसिक्तद्वाराजिरगृहान्तरः. चित्रध्वजपताका स्रक्चैल पल्लवतोरणैः. गावो वृषा वत्सतरा हरिद्रा तैलरोषिताः. विचित्रधातुबर्हस्रग् वस्त्रकाञ्चनमालिनः. महार्हवस्त्राभरणकञ्जुकोष्णीशभूषिताः. गोपाः समाययूराजन् नानोपायनपाणयः. गोप्यश्चाकर्ण्यमुदिता यशोदाया सुतोद्भवम्. आत्मानम् भूषयाञ्चक्रुः वस्त्राकल्पाञ्जनादिभिः. नवकुङ्कुमकिञ्जल्कमुखपङ्कजभूतयः. बलिभिस्त्वरितम् जग्मुः पृथुश्रोण्यश्चलत्कुचाः. गोप्यः सुमृष्टमणिकुण्डलनिष्ककण्ड्यः. चित्राम्बरा पदिशिखाच्युतमल्यवर्षाः. नन्दालयम् सबलयम् व्रजतीर्विरेजुः. व्यालोलकुण्डलपयोदरहारशोभाः. ता आशिषः प्रयुञ्जाना चिरम् पाहीति बालके. हरिद्रा पूर्णतैलाद्भिः सिञ्चन्त्यो जनमुज्जगुः. अवाद्यन्तविचित्राणि वादित्राणि महोत्सवे. कृष्णे विश्वेश्वरे अनन्ते नन्दस्य व्रजमागते. गोपाः परस्परम् हृष्टा दधिक्षीरघृताम्बुभिः. आसिञ्चन्तो विलिम्बन्तो नवनीतैश्च चिक्षिभुः. नन्दो महामनास्तेभ्यो वासोऽलङ्कारगोधनम्. सूतमागतवन्दिभ्यो येऽन्ये विद्योपजीविनः. तैस्तैकामैरधीनात्मा यथोचितमपूजयत्. विष्णोराराधनार्थाय स्वपुत्रस्योदयाय च. रोहिणी च महाभागानन्दगोपाभिनन्दिता. व्यचरद्दिव्यवासस्रक्कण्डाभरणभूषिता. तत आरभ्य नन्दस्य व्रजः सर्वसमृद्धिमान्. हरेर्निवासात्मगुणैः रमाक्रीडमभून् नृप. गोपान् गोकुलरक्षायाम् निरूप्य मधुराम् गतः. नन्दः कंसस्य वार्षिक्यम् करम् दातुम् कुरुद्वः. वसुदेव उपसृत्य भ्रातरम् नन्दमागतम्. ज्ञात्वा दत्तकरम् राज्ञे ययौ तदवमोचनम्. तम् दृष्ट्वा सहसोत्थाय देहः प्राणमिवागतम्. प्रीतः प्रियतमम् दोर्भ्याम् सस्वजे प्रेमविह्वलः. पूजितः सुखमासीनः
പൃഷ്ട്വാ നാമയമാദൃതഃ പ്രസക്തധീ സ്വാത്മജയോഃ ഇദമാഹ വിശാംബതേ ദിഷ്ട്യാ ഭ്രാതഃ പ്രവയസഃ ഇദാനീം അപ്രജസ്യത്തെ പ്രജാശായാ നിവൃത്തസ്യ പ്രജായത് സമപദ്യത ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാനഃ പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം നൈകത്ര പ്രിയസംവാസഃ സുഹൃദാം ചിത്രകർമ്മണാം ഓഘേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യഥാം കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദതുനാ യത്രാസ്സേ ത്വം സുഹൃദ്വൃതഃ ഭ്രാതർമമ സുതഃ കച്ചിത് മാത്രാ സഹ ഭവദ്വ്രജേ താദം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ പുംസസ്ത്രിവർഗോ വിഹിതഃ സുഹൃദോ ഹ്യനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പത്തെ നന്ദ ഉവാച അഹോ തേ ദേവകീപുത്രാഃ കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാവരജാ കന്യാ സാപി ദിവംഗതാ നൂനം ഹ്യദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോ ജനഃ അദൃഷ്ടം ആത്മനസ്തത്വം യോ വേദ ന സമുഹ്യതി വസുദേവ ഉവാച കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാവയം ച വഃ നേഹസ്തേയം ബഹുതിദം സന്ധ്യുൽപാദാശ്ച ഗോകുലേ ശ്രീശുക ഉവാച ഇതി നന്ദാദയോ ഗോപാഃ പ്രോക്താസ്തേ സൗരിണാ യയുഃ അനോഭിർ അനടുദ്യുക്തൈഃ തമനുജ്ഞാപ്യ ഗോകുലം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദവസുദേവ സംഗമോ നാമ പഞ്ചമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ദശമസ്കന്ധം 5-ാം അധ്യായമാണ് വായിച്ചത്. ഗോകുലത്തിലെ ശ്രീകൃഷ്ണ ജന്മോത്സവം, അതാണ് രാവിലെ കണ്ട ഭാഗം. ഇനി കാണാനുള്ളത് വസുദേവ നന്ദ സമാഗമം. അപ്പോ രാവിലെ കണ്ട ഭാഗം, നന്ദൻ തനിക്ക് അതിസുന്ദരനായ ഒരു കുമാരനുണ്ടായത് അറിഞ്ഞ് സന്തോഷിച്ച് ബ്രാഹ്മണരെയെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരെയും വേണ്ട പോലെ ബഹുമാനിക്കുകയാണ്. സ്വയം കുളിച്ച് നല്ല അലങ്കാരങ്ങളൊക്കെ ധരിച്ചവനായി ബ്രാഹ്മണരെ കൊണ്ട് തന്നെ ജാതകർമ്മങ്ങളും അതുപോലെ സ്വസ്ത്യയനങ്ങളുമെല്ലാം ചെയ്യിച്ചു. വിധിവത് പിതൃദേവാർച്ചനം, പിതൃക്കൾക്കും ദേവന്മാർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് 2 ലക്ഷം പശുക്കളെ വേണ്ട രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് ദാനം ചെയ്തു. ബ്രാഹ്മണർക്ക് 7 എള്ളിന്റെ മലകൾ രത്നങ്ങളും സ്വർണവും ആവരണം ചെയ്തുകൊണ്ട് കൊടുത്തു. ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് ചിത്തശുദ്ധിക്ക്, ആത്മശുദ്ധിക്ക് കാരണമാകും എന്നുള്ളതും കൂടി സൂചിപ്പിച്ചു. അങ്ങനെ ബ്രാഹ്മണരെല്ലാവരും, അതുപോലെ സൂതമാഗത ബന്ധികളും ഗായകന്മാരും എല്ലാം വന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഗാനങ്ങളൊക്കെ ആലപിച്ചു. വാദ്യങ്ങളൊക്കെ ഘോഷിക്കപ്പെട്ടു. ആ ഗോകുലം മുഴുവൻ അടിച്ചു മെഴുകി തളിച്ച് ശുദ്ധമാക്കി അലങ്കാരങ്ങളൊക്കെ ചെയ്തു. മാലകളും മറ്റുമൊക്കെ ചാർത്തിക്കൊണ്ട് എല്ലായിടത്തും ഗൃഹങ്ങളൊക്കെ അലങ്കരിച്ചു.
അവിടെയുള്ള പശുക്കളും കാളകളും കോവർ കഴുതകളും എല്ലാം തന്നെ വേണ്ട പോലെ കുളിപ്പിച്ച് നല്ല അലങ്കാരങ്ങളൊക്കെ ചാർത്തി, അതുപോലെ ഗോപന്മാരെല്ലാവരും നല്ല വസ്ത്രങ്ങൾ, വിലമതിക്കാൻ പറ്റാത്ത ആഭരണങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് തലപ്പാവുകളുമൊക്കെ ആയിട്ട് പല സമ്മാനങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഗോകുലത്തിലേക്ക് അല്ലെങ്കിൽ നന്ദന്റെ ഗൃഹത്തിലേക്ക് എല്ലാവരും കൂടി ഒഴുകി എത്തുകയാണ്. അതുപോലെ തന്നെ ഗോപികമാരും യശോദയ്ക്ക് പുത്രനുണ്ടായത് കേട്ട് വളരെ സന്തോഷിച്ച് അവരും അവരുടെ സ്നാനാദികൾ കഴിഞ്ഞ് വസ്ത്രങ്ങളെല്ലാം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ആഭരണങ്ങളും നെക്ലേസുകളും എല്ലാം ധരിച്ച് അവരും ഓടി വരികയാണ്. നല്ല അലങ്കാരങ്ങളൊക്കെ ധരിച്ച് കൈകളിൽ ബലിബിഹി ത്വരിതം ജഗ്മുഹു, കൈകളിൽ സമ്മാനങ്ങളുമൊക്കെ എടുത്തുകൊണ്ടാണ് നല്ല വലിയ അരക്കെട്ടുകളും വലിയ ചലിക്കുന്ന കുജങ്ങളോടും കൂടിയവരായിട്ടുള്ള ഗോപികമാർ മണികുണ്ടലങ്ങളും നെക്ലേസും ധരിച്ചുകൊണ്ട് ചിത്രാംബരകളായി വഴിയിൽ അവരെല്ലാം വരുന്ന വഴിയിൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അങ്ങനെ അവരുടെ വരുന്നതിന്റെ ത്വരയെ കാണിക്കാൻ എത്ര വേഗത്തിലാണ് അവർ വരുന്നത് എന്ന് പറയാൻ വ്യാലോല കുണ്ടല പയോദര ഹാരശോഭ എന്ന് പറഞ്ഞു. അവരുടെ കാതിലെ കുണ്ടലങ്ങളും അവരുടെ സ്തനങ്ങളും അവരുടെ മാറിലണിഞ്ഞിരിക്കുന്ന ഹാരങ്ങളും എല്ലാം ഇളകി ആടിക്കൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ വന്ന് അവര് ഈ ഉണ്ണിയെ മാറി മാറി ഓരോരുത്തരും എടുക്കുകയോ ആശീർവദിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ചിരം പാഹീതി. എല്ലാവരും പരസ്പരം പലതരത്തിലുള്ള വെള്ളം കൊണ്ടും തൈലം കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടുള്ളതായിട്ടുള്ള കലക്കിയതായിട്ടുള്ള വെള്ളം കൊണ്ടുമൊക്കെ പരസ്പരം സേചനം ചെയ്തുകൊണ്ട് അവര് സന്തോഷിച്ചു. ഉച്ചത്തിൽ ഗാനം ചെയ്തു, നൃത്തങ്ങൾ ചെയ്തു, വാദ്യങ്ങളെല്ലാം ഘോഷിക്കപ്പെട്ടു. വിശ്വേശ്വരൻ തന്നെയാണ്, അനന്തൻ തന്നെയാണ് ഈ നന്ദന്റെ വ്രജത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വ്രജവാസികൾക്കൊന്നും അറിയില്ലെങ്കിലും അവരുടെ രാജാവിന്റെ പുത്രനെ വരവേറ്റുകൊണ്ട് അവര് ആഘോഷമാക്കി. ഗോപികമാരും ഗോപന്മാരും എല്ലാം പരസ്പരം സന്തോഷപൂർവം ഈ വെണ്ണയും പാലും തൈരുമെല്ലാം ലേപനം ചെയ്യുകയും തലയിലൂടെ ഒഴിക്കുകയും സേചനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. നന്ദൻ വന്നവർക്കെല്ലാവർക്കും വേണ്ടതായിട്ടുള്ള സമ്മാനങ്ങൾ, വസ്ത്രം, അലങ്കാരങ്ങൾ, ഗോധനം എല്ലാം കൊടുത്തു. അതുപോലെ ഈ പാട്ടുപാടിയവരായ സൂതമാഗതവന്തികൾക്കും എല്ലാവർക്കും ആരൊക്കെയാണോ ഏതൊക്കെ വിദ്യകൾ കൊണ്ട് ഉപജീവനം ചെയ്യുന്നുവോ അവർക്കൊക്കെ വേണ്ടതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചു. തൈസ്തൈ കാമൈരധീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോഹോ ആരാധനാർത്ഥായ സ്വപുത്രസ്യ ഉദയായ ച. അപ്പോ ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞറിഞ്ഞ് ചോദിച്ചും മനസ്സിലാക്കിയും അവർക്കൊക്കെ ആഗ്രഹമുള്ള വസ്തുക്കളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. അത് വിഷ്ണുവിന്റെ ആരാധനം തന്നെയാണ്. വിശ്വരൂപിയായ വിഷ്ണുവിനുള്ള ആരാധനമാണ് ചുറ്റുമുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അത് തന്റെ പുത്രന്റെ അഭ്യുദയത്തിനും കാരണമായി തീരും. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് തന്റെ പുത്രന് അഭ്യുദയമുണ്ടാവാനായിട്ടും അദ്ദേഹം ഈ ദാനങ്ങളൊക്കെ ചെയ്തു എന്ന് താല്പര്യം. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കാണാം. രോഹിണീ ച മഹാഭാഗാ നന്ദഗോപാഭിനന്ദിത വ്യചരദ്ദിവ്യവാസസ്രക്കണ്ഡാഭരണഭൂഷിത. രോഹിണീ ച മഹാഭാഗാ നന്ദഗോപാഭിനന്ദിത വ്യചരദ്ദിവ്യവാസസ്രക്കണ്ഡാഭരണഭൂഷിത. അപ്പൊ വസുദേവ പത്നിയായിട്ടുള്ള രോഹിണീ ദേവി അവിടെയുണ്ട്. നന്ദന്റെ ഗോകുലത്തിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോ ദേവകി മറ്റേ യശോദയ്ക്ക് സഹോദരിയെ പോലെ തന്നെയാണ് വസുദേവരുടെ പത്നി. അങ്ങനെ ആ രോഹിണീ ദേവി ഇവിടെ മഹാഭാഗ എന്ന് പറഞ്ഞു, വലിയ ഭാഗ്യവതി. എന്തുകൊണ്ട്? ഭഗവാന്റെ കൃഷ്ണന്റെ ബാല്യം കാണാൻ ഭാഗ്യം ലഭിച്ചവളാണ്. ദേവകിക്ക് കിട്ടാത്ത ഭാഗ്യം രോഹിണി അമ്മയ്ക്ക് കിട്ടി. അല്ലേ? ഭാഗ്യവതി തന്നെയല്ലേ, പുണ്യവതി തന്നെയല്ലേ, സംശയമില്ല. 10-11 വർഷം
ഭഗവാന്റെ ബാലലീലകളൊക്കെ യശോദയോടൊപ്പം നിന്നുകൊണ്ട് ആസ്വദിക്കാൻ, അല്ലെ, കൃഷ്ണന്റെ കൂടെ കളിക്കാൻ, ബലരാമനോട് കൂടി ചേർന്ന് കൃഷ്ണനും ചേർന്ന് കളിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിച്ച സുകൃതിനിയാണ് ആ ദേവി രോഹിണി. മഹാഭാഗ്യവതി തന്നെയാണ്, പുണ്യവതി തന്നെയാണ്, മഹാഭാഗ. നന്ദഗോപ അഭിനന്ദിത, അവള് നന്ദഗോപനാൽ അഭിനന്ദിക്കപ്പെട്ടവളാണ്. എന്ന് വെച്ചാലോ, തന്റെ സഹോദര തുല്യനായിട്ടുള്ള വസുദേവരുടെ പത്നിയാണ്. ഒരു എന്താ പറയുക, ജ്യേഷ്ഠത്തിയമ്മയെ പോലെ. മാത്രമല്ല, ഈ രോഹിണി ഗൃഹത്തിൽ വന്നപ്പോഴാണ് ചിരകാലമായി സന്തതികളില്ലാത്ത ഞങ്ങൾക്ക് സന്തതി ഉണ്ടായത്. യശോദയും ഗർഭിണിയായി, അല്ലേ? അപ്പൊ യശോദ ഗർഭം ധരിച്ചപ്പോ തന്നെ സന്തോഷമായി. എന്താ, ഈ രോഹിണി ഒരു കുട്ടിയെ പ്രസവിച്ചു. പിന്നാലതാ യശോദയുടെ ഗർഭവും തെളിഞ്ഞു വന്നു. അപ്പൊ സന്തോഷമായി ഉണ്ടാവില്ലേ? ഇത്രയും കാലം കുട്ടികളില്ലാതിരുന്ന ആ ദമ്പതികൾക്ക്, ആ രാജാവിനും രാജ്ഞിക്കും യശോദയ്ക്കും നന്ദഗോപർക്കും എന്തെന്നില്ലാത്ത സന്തോഷമായി. അതിന് കാരണം ഇതുപോലെ ഐശ്വര്യമുള്ള ഒരുവൾ മഹാലക്ഷ്മിയെ പോലെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് രോഹിണിക്ക് കൊടുക്കും അവര്. രോഹിണി ദേവി, നീ ഇവിടെ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതാ ഈ ഭാഗ്യം ലഭിച്ചത്. ഇത്രയും കാലം കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്കും ഒരു സന്തതിയെ നീ കൊണ്ടുവന്ന് തന്നൂലോ എന്നുള്ള മട്ടിലാണ് ഈ രോഹിണിയോട് ബഹുമാനപൂർവം കാണുക. അങ്ങനെ അഭിനന്ദിത, നന്ദഗോപനാൽ അഭിനന്ദിക്കപ്പെട്ടവളും. അതുപോലെ തന്നെ ഇപ്പോ യശോദ ആ ഗർഭം പൂർണ്ണാവസ്ഥയിലെത്തിയപ്പോ വയ്യാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും. ഇപ്പോ പ്രസവിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഗൃഹകാര്യങ്ങളിലൊന്നും, അതുപോലെ വരുന്ന അതിഥികളെ സൽക്കരിക്കാനൊന്നും യശോദയ്ക്ക് ഇപ്പൊ സാധിക്കില്ല. അപ്പൊ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചു? രോഹിണി ദേവിയെ ഏൽപ്പിച്ചു. രോഹിണി ദേവിയാണെങ്കിൽ പ്രസവിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായി കാണും. 6-7 മാസമെങ്കിലും ആയി കാണും. ബലരാമസ്വാമി ദേവകീ ഗർഭത്തിൽ 7 മാസം ഉള്ളപ്പോഴാണല്ലോ ഇങ്ങടേക്ക് മാറ്റിയത്. അപ്പൊ തന്നെ ഭഗവാനും ദേവകീ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പൊ ഒരു മിനിമം 7 മാസം, അതിലെത്ര വേണമെങ്കിൽ കൂടുതലാവാം. അതിന്റെ ഇടയിൽ എത്രയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഭഗവാനെ അറിയുള്ളൂ, അല്ലെങ്കിൽ വ്യാസാദികൾക്കേ അറിയുള്ളൂ. എന്തായാലും ബലരാമനും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒരു 7-8 മാസത്തിന്റെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിണി വളരെ കാര്യപ്രാപ്തിയോടുകൂടിയിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട. സ്ത്രീകളൊക്കെ വരുമ്പോൾ സൽക്കരിക്കുന്ന ഉത്തരവാദിത്വം രോഹിണി ദേവിക്കാണ്. ഒരു ആതിഥേയായിട്ട് അതിഥികളെ സൽക്കരിച്ച് അവർക്കൊക്കെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തോളാനായിട്ട് നന്ദഗോപര് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളൊക്കെ വന്ന് അവർക്ക് നല്ലോണം വസ്ത്രങ്ങളൊക്കെ കൊടുത്ത്, അവർക്ക് സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊടുത്ത്, മംഗല്യ വസ്തുക്കളൊക്കെ കൊടുത്ത്, ആഭരണങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം കേട്ടോ എന്ന്, ഒരു കുറവും വരുത്തരുതെന്ന് രോഹിണിക്ക് വേണ്ട നിർദ്ദേശം നന്ദഗോപർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ രോഹിണി ചെയ്തുകൊണ്ട് വിചരിച്ചു. ദിവ്യവാസസ്ത്ര കണ്ഠാഭരണ ഭൂഷിത, ദിവ്യമായ വാസസ് വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടും, സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലയും കണ്ഠാഭരണം നെക്ലേസും ഒക്കെ അലങ്കരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലുള്ള ഉത്സവത്തിന് എല്ലാവരും വിരുന്നുകാരൊക്കെ വരുമ്പോ, അതിഥികളൊക്കെ വരുമ്പോ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് തന്നെ നിൽക്കണം. അപ്പൊ മംഗള വസ്ത്രത്തോടുകൂടി, മംഗളാഭരണങ്ങളോടുകൂടി നല്ലൊരു രീതിയിൽ സുമംഗലിയായ രോഹിണി ദേവി എല്ലാവരെയും വരവേൽക്കാനായിക്കൊണ്ട് അവിടെ സന്നദ്ധയായി വിചരിച്ചു. കാര്യപ്രാപ്തിയോടെ എല്ലാം ഏറ്റെടുത്ത് നടത്തി എന്ന് താല്പര്യം. അപ്പൊ തീർച്ചയായിട്ടും ആ ഭാഗ തന്നെയാണ് ഈ കൃഷ്ണ ജന്മോത്സവത്തിൽ പങ്കെടുക്കാനും ഭഗവാന്റെ ബാലലീലകളൊക്കെ കാണാനും കഴിഞ്ഞവൾ. രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിത വ്യചരത് ദിവ്യവാസസ്രക്കണ്ഠാഭരണഭൂഷിത. തത ആരഭ്യ നന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡം അഭൂനൃപ. തത ആരഭ്യ നന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡം അഭൂനൃപ. അപ്പോ
അല്ലയോ നൃപ, പരീക്ഷിത്ത് രാജാവേ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എടുത്തു പറയണം. എന്താണ്? താത്ത ആരഭ്യ, അന്ന് മുതൽക്ക് എന്ന് വെച്ചാൽ ഭഗവാൻ ഗർഭം ധരിച്ച് പിന്നെ പ്രസവിച്ചു. അപ്പോ ഭഗവാൻ അവിടെ അവതരിച്ചതോടുകൂടി നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ, ആ നന്ദന്റെ ഗോകുലമുണ്ടല്ലോ അത് സർവസമൃദ്ധിയോടും കൂടി ഭവിച്ചു. എല്ലാ ഐശ്വര്യവും അവിടെ വന്നു ചേരണം. പശുക്കളൊക്കെ നല്ല ആരോഗ്യവതികളായി, ഒരു പശുക്കൾക്കും ഒരു തരത്തിലുള്ള ദീനങ്ങളും ഇല്ല. നല്ല എന്താ പറയുക, പ്രസവിക്കാത്ത പശുക്കൾ പോലും പ്രസവിക്കും, ധാരാളം പാല് ചുരക്കും. അവിടെയൊക്കെ എന്താ പറയുക, പുല്ലും വെള്ളവും ഒക്കെ ധാരാളം കിട്ടുന്നതായിട്ടുള്ള പരിസരങ്ങളായിരിക്കും. എല്ലാവർക്കും സന്തോഷമുള്ളതായിട്ടുള്ള അവസ്ഥ വന്നു ചേർന്നതാണ്. നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ, അവർക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേർന്നു. ഹരേർ നിവാസ ആത്മഗുണൈഹി, ആ ഹരേഹേ, ഹരിയുടെ വിഷ്ണുവിന്റെ നിവാസ ആത്മഗുണൈഹി, നിവാസം കാരണമായിട്ടുള്ള അതിന്റെ ഗുണം എന്ന് വെച്ചാൽ വൈകുണ്ഠം പോലെ. ഭഗവാന്റെ നിവാസസ്ഥാനം ഏതാണ്? വൈകുണ്ഠം. അവിടെ കുണ്ഠതകളൊന്നും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെയുള്ള ആത്മഗുണൈഹി, ആ ഭഗവാന്റെ നിവാസത്തിന്റെ ഗുണങ്ങള് ഇവിടേക്കും പകർന്നു കിട്ടി. എവിടെയാണോ ഭഗവാനുള്ളത് അത് തന്നെയാണ് വിഷ്ണു ലോകം, അല്ലെ? അത് തന്നെയാണ് വൈകുണ്ഠം. അപ്പൊ സർവ്വ ഐശ്വര്യങ്ങളും ആ ഭഗവാന്റെ മാറിലാണ് ലക്ഷ്മി ദേവി സദാ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ പറഞ്ഞു രമാ ആക്രീഡം അഭൂത്. രമാ ആക്രീഡം, രമാദേവി ലക്ഷ്മി ദേവിയുടെ ആക്രീഡം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം തന്നെ. വൈകുണ്ഠം നിർമ്മിച്ചത് രമയ്ക്ക് വേണ്ടിയിട്ടാണ്, രമാദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വൈകുണ്ഠം നിർമ്മിച്ചത് എന്ന് നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ രമാ ആക്രീഡം, ആക്രീഡം എന്ന് പറഞ്ഞാൽ വിളയാടുന്ന സ്ഥലം, ക്രീഡാസ്ഥാനം. ഇപ്പൊ ലക്ഷ്മി ദേവി വിളയാടുന്ന സ്ഥലമായി വൈകുണ്ഠം പോലെ എല്ലാ കുണ്ഠതകളും നീങ്ങിയതായിട്ട് എപ്പോഴും സന്തോഷമുള്ള ആളുകള്, സന്തോഷമുള്ള പശുക്കളും പശുക്കുട്ടികളും മറ്റ് ജീവജാലങ്ങളും സസ്യലതാദികളും എല്ലാം സമൃദ്ധമായി ഐശ്വര്യപൂർണമായി എന്നർത്ഥം. ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും അവിടെ ഇല്ല. അങ്ങനെയായി തീർന്നു. സാക്ഷാൽ നാരായണൻ എവിടെയാണോ ലക്ഷ്മി ദേവി അവിടെ തന്നെയാണ്. തത ആരഭ്യ നന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർ നിവാസാത്മഗുണൈഃ രമാക്രീഡം അഭൂനൃപ. ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദഃ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഃ. ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഃ. ഇനി എന്താ പറയുക, രംഗം മാറുകയാണ്, കഥ തിരിയുകയാണ്. എന്താണ്? ആ ജന്മോത്സവമെല്ലാം വിശദമായി വർണ്ണിച്ചതിന് ശേഷം അതേ ദിവസം തന്നെ ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ നന്ദഃ മധുരാം ഗതഃ. അപ്പോ വേറെ ആരെങ്കിലും മുതിർന്നവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും. നന്ദന്റെ ജ്യേഷ്ഠനാണ് ഉപനന്ദൻ എന്ന് പറഞ്ഞിട്ട് നന്ദനെ ഉപദേശിക്കുന്ന, ഗോപന്മാർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. ഒരു എന്താ പറയുക, ഗുരുവിനെ പോലെ, കാരണവരെ പോലെ, ഉപദേശകനെ പോലെ ഒക്കെ ഉള്ള ആളാണ് ഉപനന്ദൻ. നന്ദന്റെ ജ്യേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാവും, അതേ ഓർമ്മ വേണം ഇന്നത്തെ ദിവസം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാമെന്നർത്ഥം. അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം പോകേണ്ടത് അത്യാവശ്യമുള്ളതുകൊണ്ട് ഈ എന്താ പറയുക, നന്ദൻ കുട്ടിയെ ലാളിച്ചൊന്നും മതിയായില്ല, കണ്ടിട്ടൊന്നും മതിയായിട്ടില്ല, എങ്കിലും അപ്പൊ തന്നെ പോവുകയാണ്. ഗോപന്മാരെ മറ്റു പല ഗോപന്മാരോടും ഏൽപ്പിച്ചു, ഗോകുലത്തിന്റെ എല്ലാം രക്ഷ നിങ്ങളെല്ലാം നോക്കിക്കൊള്ളണം, ആപത്തുകളൊന്നും വരാതെ നോക്കിക്കൊള്ളണം, വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തോളണം എന്ന് നിരൂപ്യ മധുരാംഗതഃ നന്ദഃ. നന്ദഃ മധുരയിലേക്ക് പോയി. എന്തിനാ? കംസസ്യ വാർഷിക്യം കരം ദാതും. കംസന്റെ വാർഷികമായ കരം, വർഷം തോറും കൊടുക്കേണ്ടതായിട്ടുള്ള കരം കൊടുക്കാനായിക്കൊണ്ട് പോയി. ഹേ കുരുദ്വഹ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ. അറിയാലോ അങ്ങേക്ക്, അല്ലെ? പരീക്ഷിത്ത് രാജാവിന് അറിയാം എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നൊക്കെ, എങ്ങനെയാണ് രാജാക്കന്മാർക്ക് സാമന്തന്മാര് കരം കൊടുക്കുന്ന വ്യവസ്ഥകൾ.
അപ്പൊ അങ്ങ് ഈ കുരുവംശത്തിന്റെ സന്തതിയാണല്ലോ, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോ എന്തായാലും കരം കൊടുക്കാൻ സ്വർണം മുതലായിട്ടുള്ള വസ്തുക്കളും ധാന്യങ്ങളും പശുക്കുട്ടികൾ എന്താ പറയുക, പശുവിന്റെ പാല്, വെണ്ണ, നെയ്യ് മുതലായവയൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ അതെല്ലാം പ്രതീകാത്മകമായി ധനവും വേണ്ടത്ര കൊണ്ടുപോയി കൊടുക്കുക. ഞങ്ങൾ നിങ്ങളുടെ കീഴിലാണ്, നിങ്ങൾ വിധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലും നടപ്പിലാക്കുന്നത്, നിങ്ങൾക്ക് അനുകൂലമായിട്ടേ ഞങ്ങൾ എപ്പോഴും നിൽക്കുകയുള്ളൂ എന്ന് ആ ഒരു കൂറ പ്രഖ്യാപിക്കലാണ് മുഖ്യമായിട്ട് ഈ ചടങ്ങിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ആ വർഷം തോറുമുള്ളതായിട്ടുള്ള കരം കൊടുക്കാനായിട്ട് നന്ദൻ പോയി. വസുദേവ ഉപസൃത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തദവമോചനം. വസുദേവ ഉപസൃത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തദവമോചനം. വസുദേവ ഉപസൃത്യ ഭ്രാതരം നന്ദം ആഗതം. ഇപ്പൊ വസുദേവ തന്റെ ഭ്രാതരം നന്ദം ആഗതം ഉപസൃത്യ. ഭ്രാതാവാണ് നന്ദൻ. ഇവിടെ ഭ്രാത എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദർ. വസുദേവരുടെ അച്ഛനായ ശൂരസേനന്റെ അമ്മയുടെ സഹോദരന് ഒരു വൈശ്യപുത്രിയിൽ, അമ്മയുടെ സഹോദരൻ വൈശ്യസ്ത്രീ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ വൈശ്യകന്യക ജനിക്കുകയാണ്. ആ ജനിച്ച പുത്രനാണ് നന്ദൻ. അപ്പൊ അമ്മാമന്റെ പുത്രൻ എന്നുള്ളൊരു സ്ഥാനം തന്നെ. വല്യമ്മാമന്റെ പുത്രനോ പൗത്രനോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അമ്മയുടെ സഹോദരനാണ് ശൂരസേനന്റെ അമ്മയുടെ സഹോദരന്. അപ്പൊ ശൂരസേനന്റെ അമ്മയുടെ സഹോദരൻ, ശൂരസേനും അച്ഛൻ പെങ്ങളുടെ ശൂരസേനന്റെ അമ്മാമന്റെ. അപ്പൊ വസുദേവരുടെ അച്ഛന്റെ അമ്മാമന്റെ മകനാണ്. അതാണ് ബന്ധം. അച്ഛന്റെ അമ്മാമന്റെ മകൻ എന്നെടുക്കാം. അപ്പൊ ശരിക്കും തലമുറ വഴിക്ക് നോക്കുകയാണെങ്കിൽ വസുദേവരെക്കാൾ ഒരു തലമുറ മുന്തിയതാണ്. എന്നാൽ അമ്മയുടെ കസിനാണ്, അച്ഛന്റെ കസിനാണ്, ശൂരസേനന്റെ കസിനാണ് നന്ദഗോപര്. എങ്കിലും പ്രായം കൊണ്ട് സമന്മാരാണ്. അതുകൊണ്ട് സഹോദരന്മാരായിട്ട് തന്നെ അവര് വളർന്നിരുന്നത്. പക്ഷെ വൈശ്യ സ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ വൈശ്യ ജീവിതമാണ് നന്ദഗോപർ സ്വീകരിച്ചത്. പശുക്കളെ നോക്കുന്നതും കൃഷിയും കൃഷി, ഗോരക്ഷ, വാണിജ്യം എന്നുള്ളത് വൈശ്യകർമ്മമാണ്. ആ കർമ്മം സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള സ്ഥാനം. അപ്പൊ ഉറ്റമിത്രങ്ങളായിരുന്നു ഇവർ തമ്മിൽ, വളരെ സഹോദരന്മാരെ പോലെ എന്നതാണ്. വസുദേവ ഉപസൃത്യ ഭ്രാതരം നന്ദം ആഗതം. നന്ദം ഭ്രാതരം ആഗതം ഉപസൃത്യ. നന്ദനാകുന്ന സഹോദരൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. വസുദേവർക്ക് ഇതെല്ലാം ബൈഹാർട്ടായിരിക്കും അല്ലെ. പണ്ടത്തെ ആൾക്കാര് എല്ലാം ഓർമ്മ വെച്ചിരിക്കും. നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ എന്താ പണി? ഇന്നാളുടെ പിറന്നാൾ ഇന്നാ ദിവസം, ദാത്രം ഇന്ന മാസമായി, ഇതാപ്പ ചിങ്ങമാസമായി, ചിങ്ങമാസത്തിൽ ഇന്ന നക്ഷത്രം ഇന്നാളുടെ പിറന്നാളാണ്, ഇന്ന നക്ഷത്രം ഇന്നാളുടെ പിറന്നാളാണ്. അവരൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. വേറെ അവരുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള വിഷയങ്ങളൊന്നും അധികവും ഇല്ല. ഇന്നത്തെ പോലെ സിനിമയോ ടിവിയോ രാഷ്ട്രീയമോ ബഹളങ്ങളോ ഒന്നുമില്ല. വേണ്ടാത്തതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഓർമ്മ വയ്ക്കുക. അടുത്ത വീടുകളിലൊക്കെ ആരൊക്കെ പ്രസവിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ജാതകം അവരുടെ കയ്യിലുണ്ടാവും. എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ മുത്തശ്ശൻ എല്ലാം എഴുതി വെക്കും. അടുത്ത വീട്ടിലുള്ളവരുടെയൊക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജാതകത്തിന്റെ ഒരു തലക്കുറി എന്റെ മുത്തശ്ശൻ എഴുതി വെക്കും. ഡയറിയിൽ കാണാം. പഴയ 1930കളിലെ 40കളിലെയൊക്കെ ഡയറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ടത്തെ ആൾക്കാർക്ക്. എന്റെ മുത്തശ്ശന്റെ വർഷങ്ങളോളം ഡയറികള് നല്ല അച്ചടി പോലെയുള്ള കയ്യക്ഷരത്തില് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ കാലത്തുള്ളവർക്കും വായിക്കാം. അന്ന് കാലത്ത് ഏത് ദിവസമാണ് ക്ഷൗരം ചെയ്തത് വരെ എഴുതി വെക്കും. ഇന്ന് ക്ഷൗരം വീടുകളിൽ
ബാർബർ വന്നിട്ടാണ് ക്ഷൗരം ചെയ്തു കൊടുക്കുക. ഞങ്ങളുമൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശന്റെ കൂടെ നിരനിരയായിട്ടിരിക്കും, മൊട്ടയടിച്ചു തരും എല്ലാം. തലമുടി വളർത്താനൊന്നും സമ്മതിക്കില്ല. എനിക്കൊരു 6 വയസ്സോ 7 വയസ്സോ ഉള്ളപ്പോഴാണ് മുത്തശ്ശൻ മരിച്ചത്. അതുവരയ്ക്ക് മൊട്ട തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അവരുടെ അന്നത്തെ കാലത്തുള്ള ആളുകളുടെ ഒരു ശീലമാണ്. അവർക്ക് ആ ജാതകത്തെക്കുറിച്ചൊക്കെ അറിയാം, തലക്കുറിയൊക്കെ എഴുതാൻ അറിയാം. അന്നത്തെ ആളുകൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പൊ പറഞ്ഞു വന്നത്, ഈ വസുദേവർക്ക് ഇത് അറിയാതിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. എന്നായിരിക്കും കംസന്റെ ഈ നന്ദഗോപരുടെ ഡ്യൂ ഡേറ്റ് എന്ന് കാത്തിരിക്കുന്നുണ്ടാവും. നന്ദഗോപർ വന്നിട്ട് വേണമെന്ന് കാണാൻ. കാരണം കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ മാത്രമല്ല, തന്റെ പുത്രന്മാര് 2 പേര് അവിടെ സുരക്ഷിതരാണോ എന്നുള്ളത് കുശല പ്രശ്നങ്ങളൊക്കെ അറിയണം. അപ്പൊ എത്ര ഉത്കണ്ഠയുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നന്ദനെ കാത്തിരിക്കുക തന്നെയാണ് ഈ വസുദേവർ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അറിയാം, എവിടെ ഇരുന്നാലും അറിയാം. അതിനുള്ള വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തും വെച്ചിട്ടുണ്ടാവും. നന്ദഗോപര് വന്ന് അറിയിക്കണം എന്നൊക്കെ ചില വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് നന്ദൻ വരുന്നത് കരം കൊടുക്കാനായിട്ട്, വന്നാൽ ഉടനെ അറിയിക്കണം കേട്ടോ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണേണ്ടതുണ്ട്, അദ്ദേഹം എന്നെ കാണാതെ പോകരുത്, ഞാൻ സ്വതന്ത്രനായ വിവരമൊക്കെ അദ്ദേഹം അറിയണം, പിന്നെ അദ്ദേഹത്തോട് എനിക്ക് കുശല പ്രശ്നമൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ അവിടെയുള്ള ബന്ധുക്കളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. കംസന്റെ കാവൽക്കാരിൽ തന്നെ വസുദേവരോട് കൂറുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തത് അവമോചനം. രാജ്ഞേ ദത്തകരം ജ്ഞാത്വ. രാജ്ഞേ എന്ന് പറഞ്ഞാൽ രാജാവിനായിക്കൊണ്ട് കരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. വേണ്ടതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഡ്യൂട്ടി അതാണ്. അത് ചെയ്യാതെ ഇടയിൽ കയറി ഗോളടിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള മര്യാദകളൊക്കെ ഉണ്ടാർക്ക് വസുദേവർക്ക്. അതുകൊണ്ട് തന്നെ കരം കൊടുക്കാനായിട്ട് കാത്തിരിക്കും. കരം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണണം. അത് ജ്ഞാത്വ അറിഞ്ഞിട്ട് യയൗ തത് അവമോചനം. യയൗ യാത്ര ചെയ്തു, അവിടേക്ക് ചെന്നു. എവിടേക്ക് ചെന്നു? തത് അവമോചനം. അവമോചനം എന്ന് പറഞ്ഞാല് ഇവർക്ക് വിശ്രമിക്കാനുള്ള വാസസ്ഥാനം, റെസ്റ്റ് ഹൗസുകൾ. രാജാക്കന്മാരുടെ അടുത്തേക്ക് വരുന്ന സാമന്ത രാജാക്കന്മാർക്കും മറ്റ് അതിഥികൾക്കൊക്കെ താമസിക്കാനുള്ള മന്ദിരങ്ങൾ ഉണ്ടാവും. അപ്പോ ഇവിടെ സാമന്തനാണ് ആര്? നന്ദഗോപര്. അപ്പൊ അദ്ദേഹത്തിന് പോയാൽ വിശ്രമിക്കാനും വല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും ഒക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. അവിടെ വ്യവസ്ഥകൾ ഉണ്ടാവും, അല്ലെ? അതിഥി മന്ദിരങ്ങൾ, സത്രങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സ്ഥാനത്തേക്ക് തത് അവമോചനം യയൗ, എവിടെയാണോ നന്ദഗോപർ വന്ന് വിശ്രമിക്കുക, ഭക്ഷണം കഴിക്കുക മുതലായതൊക്കെ ചെയ്യുന്നത്, അവിടേക്ക്. അപ്പൊ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ശിബിരങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് ചെന്നു. നമ്മൾ ഇനിയിപ്പോ കംസവധത്തിനായിക്കൊണ്ട് അക്രൂരൻ ബലരാമനെയും കൃഷ്ണനെയും കൊണ്ടുപോകുന്ന സമയത്ത് നന്ദഗോപരും മറ്റുമൊക്കെ വരുന്നുണ്ടല്ലോ. അവരും എവിടെയാ താമസിക്കുന്നത്? ഒരു അവമോചനത്തിലാണ്. നഗരത്തിന്റെ തൊട്ട് പുറത്ത് തന്നെയുള്ള ശിബിരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോ അവിടെയാണ് ചെന്ന് കാണുന്നത് എന്നർത്ഥം. തദവമോചനം യയൗ. വസുദേവർ നേരിട്ട് നന്ദന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോ നന്ദൻ തന്നെ കാണാതെ പോകരുത് എന്നുള്ളതുകൊണ്ട് ഇനി അധിക സമയം കളയാനില്ല. ഇപ്പൊ നന്ദൻ താൻ സ്വതന്ത്രനാണെന്ന് അറിഞ്ഞ് തന്റെ വാസസ്ഥാനത്തേക്ക് അന്വേഷിച്ചു വരുന്നതിനും മുമ്പേ തന്നെ സമയം കളയാതെ വേഗം കാര്യം കഴിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗോകുലത്തില് അത്യാവശ്യമാണെന്ന് വസുദേവർക്കറിയാം. അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല, അദ്ദേഹത്തെ വേഗം അയക്കണം. അതുകൊണ്ട് ചെന്ന് കണ്ടു. അപ്പൊ ഇതെല്ലാം തന്റെ പുത്രന്റെ കാര്യവും 2 പുത്രന്മാരെ ബലരാമന്റെയും കൃഷ്ണന്റെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ്. തം ദൃഷ്ട്വാ സഹസോത്ഥായ ദേഹപ്രാണമിവാഗതം പ്രീതഃ പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ. തം ദൃഷ്ട്വാ സഹസോത്ഥായ ദേഹപ്രാണമിവാഗതം പ്രീതഃ പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ. തം ദൃഷ്ട്വാ സഹസാ ഉത്ഥായ ദേഹഃ പ്രാണം ഇവ ആഗതം പ്രീതഃ പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ.
ഇവിടെ ആരാണ്? നന്ദഗോപരാണ് എന്താണ് ഒരു അതിഥിയെ പോലെ വസുദേവരെ സ്വീകരിക്കുന്നത്. നന്ദഗോപര ആതിഥേയനെ പോലെ. എന്താ കാരണം വെച്ചാൽ നേരത്തെ ആ അവമോചനത്തിൽ വന്നിരിക്കുന്ന ആളാണ്, അല്ലെ? അവമോചനത്തില് വസിക്കുകയാണ്. അപ്പോ തം ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ തം വസുദേവം ദൃഷ്ട്വ നന്ദഹ സഹസാ ഉത്തായ. നന്ദഗോപര് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്നു. ദേഹ പ്രാണം ഇവ ആഗതം. നമ്മുടെ പ്രാണൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ പോലെ അല്ലെ ഒരവസ്ഥയുണ്ടാവും. ചിലപ്പോൾ അത് തിരിച്ചു കിട്ടുമ്പോ എങ്ങനെ ഉണ്ടാവും? ഈ ശരീരം എത്ര ഊർജ്ജസ്വലമായി എഴുന്നേൽക്കും. വല്ല കോമാ സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ മോഹാലസ്യത്തിൽ നിന്ന് ഒക്കെ വെള്ളം തളിച്ചും മറ്റുമൊക്കെ നമ്മളെ ഉണർത്തുമ്പോ എങ്ങനെ ഉണർന്നു വരുമോ അതുപോലെ ഒരു ഉത്സാഹത്തോടുകൂടെ. കാരണം ഇത്രയും കാലം ആ വസുദേവരെ കാണാത്ത വിഷമം നല്ലോണം ഉണ്ട്. വർഷങ്ങളായി വസുദേവരെ കണ്ടിട്ട്. ആ ദേവകിയുടെ വിവാഹം എന്നാണോ, അത് കഴിഞ്ഞിപ്പോ എത്ര വർഷം കഴിഞ്ഞു. 6 മക്കളെ കൊന്നു. ഒരു കുട്ടി അലസിപ്പോയി. ഒരു കുട്ടിയതാ ആകാശത്തേക്കും പോയി. അപ്പൊ 8 കുട്ടികൾ ഉണ്ടാവുന്ന അത്രയും വർഷം, മിനിമം 9 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഓരോ വർഷം ഓരോ കുട്ടി ഉണ്ടായെങ്കിൽ 9 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും വിവാഹം കഴിഞ്ഞിട്ട്, അല്ലെ? അപ്പോ ഇത്രയും കാലം കഴിഞ്ഞ് കാണുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രാണം ആഗതമാകുമ്പോ ദേഹം എങ്ങനെ ജീവൻ വെക്കുന്നുവോ അതുപോലെ എന്നാ പറയണം. അത്രയും ഉത്സാഹത്തോടെ പ്രീത, വളരെ പ്രേമത്തോടു കൂടിയിട്ട് നടത്തം. ആ പ്രേമം തിരതല്ലി ഒഴുകുകയാണ്. അങ്ങനെ പ്രിയതമം വസുദേവം, ആ പ്രിയതമനായ വസുദേവനെ പ്രേമവിഹ്വലഹ നന്ദഹ, പ്രേമം കൊണ്ട് പരവശനായിട്ട്, ആ സ്നേഹ പരവശനായി, ദോർഭ്യാം സസ്വജേ, 2 കൈകളെ കൊണ്ടും, സസ്വജേ എന്ന് പറഞ്ഞാല് പരിഷസ്വജേ പറഞ്ഞാൽ ആലിംഗനം ചെയ്തു എന്നർത്ഥം. ചേർത്ത് പിടിച്ചു, ആലിംഗനം ചെയ്തു. എത്രയോ കാലത്തിന് ശേഷം കാണുന്നതാണ്. ആ പ്രേമം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കൽ തന്നെ എത്രയോ സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ ഒക്കെ ഒരു ഇമോഷനാണത്. ആ പിടിക്കപ്പെടുന്നവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കും ആ സമയത്ത്. നമ്മൾ ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ ശരീരത്തില്, അല്ലെ, ഇന്നത്തെ മോഡേൺ സൈക്കോളജി പറയുന്നു, പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്രവങ്ങൾ ഉണ്ടാകുന്നു. അതവർക്ക് സന്തോഷം കൊടുക്കുന്നു, കോൺഫിഡൻസ് കൊടുക്കുന്നു, ശാന്തി കൊടുക്കുന്നു, അങ്ങനെയുള്ള. അപ്പൊ ഇതൊക്കെ നമ്മുടെ പൂർവികര് പ്രാക്ടീസ് ചെയ്തിരുന്നത് തന്നെയാണ്. ബന്ധുക്കൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോഴൊക്കെ ആലിംഗനം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പരിഷസ്വജേ അഥവാ സസ്വജേ ദൗർഭ്യാം, 2 കൈകളെ കൊണ്ടും ചേർത്ത് പിടിച്ചു. പൂജിത സുഖമാസീന പൃഷ്ട്വാനാമയം ആദൃത പ്രസക്തധീഹി സ്വാത്മജയോ ഇദം ആഹ വിശാംപതേ. പൂജിത സുഖമാസീന പൃഷ്ട്വാ അനാമയം ആദൃത പ്രസക്തധീഹി സ്വാത്മജയോ ഇദമാഹ വിശാംപതേ. വിശാംപതേ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നതാണ് സുഖബ്രഹ്മർഷി. അല്ലയോ ഭൂമിപതേ, രാജാവേ എന്ന് വിശാംപതേ. അപ്പൊ എന്താണ്? പൂജിത സുഖം ആസീന പൃഷ്ട്വ അനാമയം ആദൃത. ഇതൊക്കെ വസുദേവരെ വിശേഷിപ്പിക്കുകയാണ്. പൂജിത എന്ന് പറഞ്ഞാൽ വസുദേവ പൂജിത. ആരാൽ? നന്ദേന. നന്ദൻ ഇരിക്കുന്നിടത്തേക്കാണ് വസുദേവരാണ് വന്നിരിക്കുന്നത്. അപ്പൊ വന്ന ആഗതനെ പൂജിക്കുക, ബഹുമാനിക്കുക. അവിടെ പൂജ എന്ന് പറഞ്ഞാല് കാല് കഴുകാനോ അതൊന്നിന്റെ ആവശ്യമില്ല. എല്ലാ രീതിയിലും ബഹുമാനിക്കുക, സൽക്കരിക്കുക എന്നർത്ഥം. സുഖം ആസീന, അവരെ പിടിച്ചിരുത്തുകയും ചെയ്തു. താൻ ഇത്രയും നേരം കുറച്ചു നേരം വിശ്രമിക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു. അതിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ആസനത്തില് വസുദേവരെയും പിടിച്ച് ഇരിക്കൂ. അവിടെ ആദ്യം ഇരിക്കൂ, ഇരുന്നിട്ട് നമുക്ക് വർത്തമാനങ്ങളൊക്കെ പറയാം, വന്ന കാലിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ആസനം കൊടുത്തിരുത്തി. പൃഷ്ട്വ അനാമയം ആദൃത, ആദൃത ആദരിക്കപ്പെട്ടവനായിട്ട് വസുദേവരെ വേണ്ട രീതിയിൽ ആദരിച്ചു. അങ്ങനെ അനാമയം പൃഷ്ട്വ, അവര് പരസ്പരം അനാമയം, അനാമയം എന്ന് പറഞ്ഞാൽ കുശലം, അങ്ങോട്ടും ഇങ്ങോട്ടും ആമയങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് അനാമയം. ആമയത്തിന്റെ ഓപ്പോസിറ്റ്. ആമയം ഉണ്ടോ എന്നല്ലല്ലോ ചോദിക്കുക. ആമയം എന്ന് പറഞ്ഞാൽ രോഗം, ദുഃഖം എന്നൊക്കെ അർത്ഥം.
അപ്പൊ അതില്ലാത്ത അവസ്ഥയെക്കുറിച്ച് സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ് അനാമയം. അത് പൃഷ്ട്വ പ്രശ്നം കൃത്വ ചോദ്യം ചെയ്തിട്ട് പ്രസക്തദീഹി സ്വാത്മജയോഹോ ഇതമാഹ വിശാന്തതേ. അപ്പൊ ഇവിടെ പ്രസക്തദീഹി സ്വാത്മജയോഹോ എന്നാണ്. ആരെക്കുറിച്ചാണ്? വസുദേവരെ കുറിച്ചാണ് പറയുന്നത്. സ്വ ആത്മജയോഹോ പ്രസക്തദീഹി, തന്റെ പുത്രന്മാരിൽ ഒട്ടിയ മനസ്സോടുകൂടിയവൻ. അപ്പൊ വസുദേവരുടെ മനസ്സിൽ മുഴുവൻ തന്റെ മക്കള് രണ്ടുപേര് അവിടെയുള്ളവരെ കുറിച്ചാണ് അറിയേണ്ടത്. അതിനാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആകാംക്ഷ കൂടുതൽ. കാരണം നന്ദനും യശോദയ്ക്കും മറ്റുള്ളവർക്കും ഒന്നും അവിടെ വിശേഷിച്ചൊന്നും ഉണ്ടാവാൻ വഴിയില്ല. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവരൊക്കെ സാധാരണ പോലെ തന്നെ കഴിയണമെന്നുള്ളത് അറിയാം. അതെല്ലാം വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ വിശേഷമൊന്നുമില്ല. വിശേഷം ആർക്കാണ്? തന്റെ രണ്ട് ഉണ്ണികൾക്കാണ്. ആ ഉണ്ണികളുടെ വിശേഷമാണ് അറിയേണ്ടത്. അതിന്റെ ഉത്കണ്ഠയോടുകൂടെ. അതാണ് ആത്മജയോഹോ പ്രസക്തദീഹി, തന്റെ പുത്രന്മാരിൽ പ്രസക്തമായ പ്രകർഷേണ സക്തമായ ആസക്തമായ ബുദ്ധിയോടുകൂടി ഇതമാഹ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളില് ആ കുട്ടികളാണ്. എങ്കിലും സാമാന്യ മര്യാദ എന്താണ്? വന്ന ഉടനെ തന്നെ ആദ്യം ചോദിക്കേണ്ടത് കുട്ടികളുടെ കാര്യമല്ലല്ലോ. അപ്പൊ പൊതുവേ ചോദിച്ചു, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ കുട്ടികളുടെ കാര്യത്തിലേക്കൊക്കെ വരും. അത് പരോക്ഷമായിട്ടാണ് വരിക. എന്താ വെച്ചാൽ ഒരു കുട്ടി തന്റെയാണെന്ന് അറിയാൻ പാടില്ല. ഇളയ കുട്ടി ഇപ്പോ യശോദ പ്രസവിച്ചു എന്ന് വിചാരിക്കുന്ന കുട്ടി തന്റേതാണെന്ന് അറിയാൻ പാടില്ല. വാസ്തവത്തിൽ യശോദ പ്രസവിച്ച കുട്ടി പോയി, ആകാശത്തേക്ക് പോയി. അത് ദേവിയായിരുന്നു. അത് വസുദേവർ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന്റെ ആ വിഷയത്തില് ആശ്വസിപ്പിക്കേണ്ട കാര്യവും ഇല്ല. അത് ഈശ്വര നിശ്ചയം നടന്നു. അപ്പൊ ഇപ്പൊ തന്റെ കുട്ടിയാണ് അവിടെ വളരുന്നത്. അത് നന്ദഗോപർക്ക് അറിയില്ല, അറിയാനും പാടില്ല. ഇപ്പൊ കുറച്ചു കാലത്തേക്ക് അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരുപാട് ഉത്കണ്ഠ പ്രകടിപ്പിക്കാൻ പാടില്ല. നന്ദഗോപരുടെ കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്റെ കുട്ടിയെക്കുറിച്ച് ചോദിക്കണം. അപ്പൊ അതൊക്കെ വേണ്ട പോലെ പക്വമായിട്ട് വസുദേവര് ചെയ്യുകയാണ്. അതാണ് ദിഷ്ട്യാ ഭ്രാതഃ പ്രവയസഃ ഇദാനീം അപ്രജസ്യതേ പ്രജാശായാ നിവൃത്തസ്യ പ്രജായത് സമപദ്യത. ദിഷ്ട്യാ ഭ്രാതഃ പ്രവയസഃ ഇദാനീം അപ്രജസ്യതേ പ്രജാശായാ നിവൃത്തസ്യ പ്രജായത് സമപദ്യത. ഹേ ഭ്രാതഃ, അല്ലയോ സഹോദര എന്ന് തന്നെ വിളിക്കുന്നത്. അല്ലയോ സഹോദര. നന്ദഗോപരെ വസുദേവർ സംബോധന ചെയ്യുന്നതാണ്. ഇപ്പൊ വസുദേവരുടെ വാക്കുകളാണ്. കാരണം വസുദേവർക്കാണ് ഉത്കണ്ഠ കൂടുതൽ. നന്ദഗോപര് മര്യാദ പാലിച്ച് ഇത്തിരി ശാന്തനായിരിക്കണം. എന്താ കാരണം? വസുദേവര് ദുഃഖിതനാണ്. മക്കൾ മരിച്ചുപോയ ദുഃഖത്തിലുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ആശ്വസിപ്പിക്കുക എന്നുള്ളത് അങ്ങോട്ട് കുറെ പ്രസംഗിക്കലല്ല, അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കലാണ് ഏറ്റവും വലിയ ആശ്വാസം കൊടുക്കൽ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. എവിടെ പോയാലും ആർക്കൊക്കെ വിഷമമുണ്ടോ അവിടെ പോയി നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് വേദാന്തമൊക്കെ പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുത്. നമുക്ക് വേദാന്തമൊക്കെ നിറയെ അറിയാം. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. അല്ലെ? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംജാതി നവാനി ദേഹി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഉപദേശമൊക്കെ കൊടുക്കാം. പക്ഷെ അത് ഏറ്റവും വലിയ എന്താ പറയുക വിഡ്ഢിത്തരമാണ്. ദുഃഖിച്ചിരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് വേദാന്തം പറയല്. അവരുടെ അടുത്ത് വേദാന്തം അല്ല പറയേണ്ടത്. അവരുടെ അടുത്ത് അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ദുഃഖത്തെ ഉൾക്കൊള്ളുകയും പങ്കുവെക്കുകയുമാണ് വേണ്ടത്. അപ്പൊ കേൾക്കുകയാണ് ഏറ്റവും പ്രധാനം. അവർക്ക് പലതും പറയാനുണ്ടാവും. അവര് പറഞ്ഞു കരയട്ടെ. പറഞ്ഞു കരയുമ്പോൾ അത് കേൾക്കുക. നല്ല ശ്രോതാക്കളായിരിക്കുക. അതാണ് ഏറ്റവും നല്ല കൗൺസലിംഗ്. കേട്ടിരിക്കലാണ് ഏറ്റവും വലിയ കൗൺസലിംഗ്. എന്നിട്ട് പതുക്കെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പറയാവൂ ആശ്വസിപ്പിക്കേണ്ടവര്. അല്ലാതെ വലിയ പ്രസംഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ നന്ദൻ ക്വയറ്റാണ്, വസുദേവരാണ്, കുട്ടികളെ കുറിച്ച് അറിയാനുള്ള ആങ്സൈറ്റി ഉള്ള ആളാണ്. അദ്ദേഹം വാചാലനായി തുടങ്ങുന്നു. ദിഷ്ട്യാ ഭ്രാതഃ,
ഹേ ഭ്രാതഃ സഹോദര, ദിഷ്ടിയ, എത്ര കണ്ടിട്ടുണ്ട് നമ്മൾ ദിഷ്ടിയ ദിഷ്ടിയ അല്ലെ? ഭാഗ്യം കൊണ്ട് എന്നർത്ഥമാണ്. അപ്പൊ ഭാഗ്യം കൊണ്ട് പ്രവയസഃ ഇദാനീം അപ്രജസ്യത്തെ പ്രജാശായ നിവൃത്തസ്യ പ്രജായത് സമപദ്യത. പ്രവയസഃ, പ്രവയസ് എന്ന് പറഞ്ഞാല് പ്രകർഷേണ വയസ്സായവൻ, അധികം വയസ്സായവൻ എന്ന് വെച്ചാൽ ആ ഒരു യൗവനം കടന്നു, മധ്യവയസ്സ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്ന പ്രായമായിരുന്നു. അങ്ങനെയുള്ള പ്രായത്തില് അപ്രജസ്യ, പ്രജയില്ലാത്തവനായ അങ്ങയ്ക്ക്, പ്രജാശായാഹ നിവൃത്തസ്യ, പ്രജാശയിൽ നിന്ന് നിവൃത്തനായിരുന്നു. ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഒരു നിരാശയോടുകൂടെ അതിൽ നിന്ന് നിവൃത്തരായിരുന്നു. ഇതൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് അറിയാം, പരസ്പരം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രജാശായാഹ നിവൃത്തസ്യത്തെ, അങ്ങയ്ക്ക് ഇതാനീം പ്രജാ സമപദ്യതായത് ദിഷ്ട്യ, ഇപ്പൊ ഈ പ്രായത്തിൽ അങ്ങയ്ക്ക് പ്രജാ സമപദ്യത സമ്പാദിക്കപ്പെട്ടു, വന്നു ചേർന്നു, ഉണ്ടായി എന്നുള്ളത് ദിഷ്ട്യ, ഭാഗ്യം. അപ്പോ വരാനുള്ളത് വഴി തങ്ങില്ല. നമുക്ക് ലഭിക്കാനുള്ളത് എത്ര കാലം കഴിഞ്ഞാലും അത് വന്നു ചേരും. ഇതാണ് ദിഷ്ട്യ എന്നുള്ളതിന്റെ കർമ്മവശാൽ, ഈശ്വര നിശ്ചയം, ദൈവ അദൃഷ്ടം ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ദിഷ്ടി, ഭാഗ്യം. ഇപ്പൊ ഭാഗ്യം കൊണ്ട് നിനക്ക് ഈ വയസ്സുകാലത്തും സന്തതി ഉണ്ടായി. അപ്പോ ഇവിടെ പ്രജ എന്നുള്ള ശബ്ദം നന്ദഗോപർ പ്രത്യേകം പ്രയോഗിച്ചിട്ടുണ്ട്, അല്ല വസുദേവർ പ്രത്യേകം പ്രയോഗിച്ചത് പ്രജ എന്നതുകൊണ്ട് ആണ് എന്നും പെണ്ണ് എന്നും അർത്ഥമാണ്. പുത്രഹ സുതഹ എന്നൊന്നും പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും വയസ്സുകാലത്ത് അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായി. അത് ആണോ പെണ്ണോ, അത് പെണ്ണാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട് അങ്ങറിയാതെ. അപ്പൊ അതൊന്നും സൂചിപ്പിക്കാതെ സത്യമാണ് പറഞ്ഞത് സത്യമാണ് അല്ലെ? അങ്ങേക്ക് പ്രജയുണ്ടായി, തീർച്ചയായിട്ടും പ്രജയുണ്ടായി. ആരാണ്? യോഗമായാദേവി നന്ദജ ഉണ്ടായി. അപ്പൊ അത് പറയാതെ പറഞ്ഞു എന്നർത്ഥം. അത് ബുദ്ധിപൂർവം പ്രയോഗിച്ചു അദ്ദേഹം. തുടർന്ന് ദിഷ്ട്യ സംസാര ചക്രേസ്മിന് വർത്തമാന പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. ദിഷ്ട്യാ സംസാര ചക്രേസ്മിൻ വർത്തമാന പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. അസ്മിൻ സംസാര ചക്രേ വർത്തമാനഃ ഭവാൻ അദ്യ പുനർഭവഃ ഉപലബ്ധഃ ദിഷ്ട്യാ പ്രിയദർശനം ദുർലഭം. ഇവിടെ നന്ദഗോപരെ കണ്ടതിന്റെ സന്തോഷം പറയണം വസുദേവര്. കുട്ടിയുടെ കുശല പ്രശ്നം കഴിഞ്ഞു. അതിലൂടെ അങ്ങേക്ക് ഈ വയസ്സുകാലത്ത് ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ആ ഉണ്ണിയോട് അദ്ദേഹത്തിന് പ്രേമം നല്ലോണം ഉണ്ടാവേണ്ടതാണ് എന്നുള്ള സൂചനകളൊക്കെ ആ പദങ്ങളിലുണ്ട്. ഇത് അങ്ങയുടെ കുട്ടി തന്നെയാണ്, അങ്ങ് അതിനെ സ്നേഹിച്ചോളൂ എന്ന് സൂചന. അത് കഴിഞ്ഞ് പറയാണ് അസ്മിൻ സംസാര ചക്രേ വർത്തമാനഃ ഭവാൻ. ഈ സംസാര ചക്രത്തിൽ വർത്തിക്കുന്ന അങ്ങ് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും തന്നെ അദ്യ പുനർഭവഃ ഉപലബ്ധഃ ദിഷ്ട്യാ. ഇപ്പതാ പുനർഭവം ലഭിച്ചതുപോലെ എന്ന് വെച്ചാലോ കുറെ വർഷങ്ങളായി കണ്ടിട്ടേ, അപ്പൊ ഒരു പുനർജന്മം പോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇനി കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നമ്മള് ജീവിതത്തില് പലരെയും എപ്പോഴാ കാണുക, ഇനി ജീവിതത്തിൽ കാണുമോ എന്നുള്ളതിനൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ ഭാഗ്യം കൊണ്ടാണിതാ ഒരു പുനർജന്മം പോലെ എത്രയോ കാലശേഷം അങ്ങയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അതാണ് ഇവിടെ ഉപലബ്ധഃ ദിഷ്ട്യ. കാരണം പ്രിയദർശനം ദുർലഭം. പ്രിയദർശനം എന്ന് പറഞ്ഞാൽ പ്രിയന്മാരുടെ ദർശനം ദുർലഭമാകുന്നു. വളരെ നമുക്ക് താല്പര്യമുള്ള, സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള ആളുകളെ കണ്ടുകിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമായിട്ടുള്ളതാണ്, അപൂർവമായിട്ടുള്ളതാണ്. അപ്പൊ ദാ അങ്ങയെ വീണ്ടും കാണാൻ കഴിഞ്ഞത് അതിദുർലഭമായിട്ടുള്ളൊരു ഭാഗ്യം. ദിഷ്ട്യ
എന്ന് നന്ദഗോപരെ കണ്ടതിലുള്ള തന്റെ ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ ഇവിടെ പുനർഭവ ഉപലബ്ധ എന്നുള്ളതിന് അദ്ദേഹത്തിന് പുത്രനുണ്ടായതൊരു പുനർഭവമാണ്. എന്താണ്? പിതാവ് തന്നെയാണ് പുത്രരൂപത്തിൽ ജനിക്കുന്നത് എന്ന് ശ്രുതിയുണ്ട്, വേദമുണ്ട്. പിതാവൈ പുത്രനാമാസി എന്ന് വേദം. അപ്പൊ പിതാവ് തന്നെ ഭാര്യയിൽ പുത്രനായി ജനിക്കുന്നു. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ജായ എന്നും പേര്. പുത്രരൂപത്തിൽ ഭർത്താവിനെ ജനിപ്പിക്കുന്നവൾ എന്നാണ് ജായ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ഇവിടെ പുത്രരൂപത്തില് ഭഗവാൻ ജനിച്ചിരിക്കുന്നു. അത് അങ്ങയുടെ ഒരു പുനർഭവമാണ്, അതും ഭാഗ്യം എന്നും കൂടി ഒരു സൂചനയോടുകൂടിയിട്ട് ഇപ്പൊ അങ്ങക്ക് ഈ വയസ്സുകാലത്ത് അങ്ങയുടെ തന്നെ പുനർജന്മമായിട്ട് പുത്രനെ ലഭിച്ചിരിക്കുന്നു, അതും ഭാഗ്യം എന്നുള്ള സൂചനയും അതിലുണ്ട്. നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണാം ഓഘേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യദാ. നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണാം ഓഘേന വ്യൂഹമാനാനാം പ്ലവാനാം സ്രോതസോ യദാ. ലോക സ്വഭാവത്തെക്കുറിച്ച് പറയണം. എങ്ങനെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും കാണുക എന്നുള്ളത് വളരെ അപൂർവം, ഭാഗ്യം. അതിനെ ന്യായീകരിക്കണം. എങ്ങനെയാണ്? അല്ലയോ പ്രിയ, സ്രോതസഃ ഓഘേന വ്യൂഹ്യമാനാനാം പ്ലവാനാം യഥാ ചിത്രകർമ്മണാം സുഹൃതാം ഏകത്ര സംവാസഃ ന. നമ്മുടെ രാമായണത്തിലൊക്കെ പ്രശസ്തമായിട്ടുള്ള നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, അല്ലെ, എത്രയും ചഞ്ചലം ആലയ സംഗമം. ആ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ തന്നെയാണ് ഇവിടെ ഓഘേന വ്യൂഹമാനാനാം പ്ലവാനാം. ഓഘം എന്നാൽ പ്രവാഹം. അപ്പൊ സ്രോതസഃ ഓഘേന, സ്രോതസ് നദി, നദിയുടെ ഓഘം കൊണ്ട് അഥവാ പ്രവാഹം കൊണ്ട് വ്യൂഹ്യമാനാനാം വഹിക്കപ്പെടുന്നവയായ പ്ലവാനാം യഥ. പ്ലവങ്ങൾ എന്നാൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ പ്ലവങ്ങളാണ്. തോണിയും കപ്പലും ഉണങ്ങിയ മരങ്ങളും ഒക്കെ പ്ലവങ്ങളാണ്. ഉണക്ക കമ്പുകൾ, വിറകുകൾ, മരങ്ങൾ എല്ലാം പൊങ്ങിക്കിടക്കുന്നുണ്ടോ ഒക്കെ പ്ലവമാണ്. അപ്പോ പ്ലവാനാം യഥ, വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കാഷ്ടകൾ എന്നതുപോലെ, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, ചിത്രകർമ്മണാം സുഹൃതാം ഏകത്ര സംവാസഃ ന. ചിത്രകർമ്മണാം എന്ന് പറഞ്ഞാലോ, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിചിത്രങ്ങളാണ്. എല്ലാവരുടെയും കർമ്മം ഒരുപോലെയല്ല. അപ്പോ ഒരുപോലെ കർമ്മങ്ങളുള്ളവരാണ് കുറച്ചു നേരത്തേക്ക് ഒത്തുചേർന്നിരിക്കുക, അല്ലെ? ഒരാൾക്ക്, കുറച്ചു പേർക്ക് ഒന്നിച്ച് പ്രാരബ്ധം, മരണത്തിന്റെ സമയം അടുത്തു വന്നാൽ അവരൊക്കെ കൂടി ഒന്നിച്ച് അപകടത്തിൽപ്പെടുന്ന ഒരു വിമാനത്തിലോ ട്രെയിനിലോ ബസ്സിലോ കയറും. അതിപ്പോ എവിടെ ഇരുന്നാലും അവർ വിളിച്ചു വരുത്തിയ പോലെ കയറും. ടിക്കറ്റ് കിട്ടാതിരുന്നവർക്കും ആ സമയത്ത് കിട്ടും, കിട്ടിയവരുടെ ക്യാൻസൽ ആയി പോകും എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പൊ അവിടെ കർമ്മം ഒന്നിച്ച് ആവണം. ഒരേ കർമ്മം വരുമ്പോ ഒരേ ഫലം. അത് വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. എല്ലാവർക്കും ഒരേ കർമ്മഫലം വരുന്ന അവസ്ഥ ഒന്നിച്ച് ഡിസ്പോസ് ചെയ്യുക ഭഗവാൻ. എന്നാ വിളിച്ചോ എല്ലാവർക്കും കൂടിയിട്ട് എന്നുകൊണ്ട് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒന്നിച്ചൊരു, അല്ലെ, അനുഭവം കൊടുക്കുക. അത് അപൂർവമാണ്. അപ്പൊ ഇവിടെ ചിത്രകർമ്മണ, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിചിത്രങ്ങളാണ്. സഹോദരങ്ങളുടെ കർമ്മങ്ങൾ വിചിത്രങ്ങളാണ്, സുഹൃത്തുക്കളുടെ കർമ്മങ്ങൾ വിചിത്രങ്ങളാണ്. നമ്മുടെയൊക്കെ കൂടെ സ്കൂളിലൊക്കെ പഠിച്ച കൂട്ടുകാർ എത്ര പ്രിയപ്പെട്ടവരായിരുന്നു, ഇപ്പൊ അവരെവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വല്ല അറിവുണ്ടോ? ഒരറിവുമില്ല. പലരും എവിടെയുണ്ടെന്ന് അറിയില്ല, ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല. ഇനിയിപ്പോ പുതിയ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട്, അല്ലെ, ആ ഒരു അലുമിനി മീറ്റുകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ,
വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിച്ച് എങ്ങനെയൊക്കെയോ ബന്ധങ്ങൾ പഴയ ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോ 1960കളിലെ 80കളിലെ 90കളിലെ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഒന്നിച്ചു കൂടുന്നു. അതും മുഴുവൻ കൂടാനൊന്നും പറ്റില്ല. അതിൽ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ടാവും. എത്രയോ പേര് വളരെ വിദൂരത്തായിരിക്കും, പങ്കെടുക്കാൻ പറ്റില്ല. ആവുന്നത്ര പങ്കെടുക്കുന്നു. 40 പേരുണ്ടായിരുന്ന ക്ലാസ്സിൽ 20 പേര് പങ്കെടുക്കും. 60 പേരുണ്ടായിരുന്നതിൽ 25 പേര് പങ്കെടുക്കും. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്. അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യമാണെങ്കിലും. നമ്മുടെ മക്കളുടെ പ്രാരബ്ധം അവരുടെ വിചിത്ര കർമ്മങ്ങളാണ്. അവരെവിടെ പോയി ജീവിക്കേണ്ടവരാണ്, അവരുടെ ചോറ് എവിടെയാണ് വിധിച്ചിരിക്കുന്നത്, ഏതേത് നേരത്ത് എവിടെയാണ് അവരുടെ അന്നം എന്നുള്ളത് അവരെ അവിടേക്ക് നയിക്കും. അപ്പൊ നമ്മൾ അതിന് കരഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല, അല്ലെ? ഒരേപോലെയുള്ള കർമ്മം ഉണ്ടാവാൻ പുണ്യം ഉണ്ടാവണം. നമ്മളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, നമ്മൾ സ്നേഹിക്കുന്നവര്, മക്കള് ഒക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായി സന്തോഷം തരാൻ എന്തു വേണം? അതിനുള്ള പുണ്യം വേണം. അതിന് പുണ്യം ചെയ്യണം. അപ്പോ ചിത്രകർമ്മണാം സുഹൃതാം, സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഏകത്ര സംവാസഹന്ന, ഒരിടത്ത് തന്നെ സംവസിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഓരോരുത്തരുടെയും കർമ്മം ചിത്രമാണ്. അതാണ് കാരണം. അപ്പൊ എങ്ങനെയാണോ ഈ നദീപ്രവാഹം ഈ കാഷ്ടങ്ങളെ വലിച്ചു കൊണ്ടുപോയി ഓരോ ഭാഗത്ത് കൊണ്ടുപോയി തള്ളുന്നത്, വിവിധ ഭാഗങ്ങളിലേക്ക് തള്ളിക്കളയുന്നു. ഒന്നിച്ച് കുറെ ദൂരം ഓടും, കുറെ കഴിയുമ്പോൾ പരസ്പരം വിഘടിച്ചു പോകും. അപ്പൊ അതാണ് ഇവിടുത്തെ കർമ്മബന്ധത്താൽ അസ്വതന്ത്രരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കഴിയുക, പരസ്പരം കാണാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് ഭാഗ്യമാണ്, പുണ്യമാണ്. ഇപ്പൊ അതാണ് സംഭവിച്ചത് എന്ന് പറയണം. കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദതുന യത്രാസേ ത്വം സുഹൃദ്വൃദഃ. കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദതുന യത്രാസേ ത്വം സുഹൃദ്വൃദഃ. അപ്പൊ പൂർവ്വ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കാനുള്ളത്? നമ്മളും നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള് എല്ലാവരെയും എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറുക. കാരണം ഇനി എപ്പോ കാണാൻ പറ്റുന്ന അറിയില്ല. അതുകൊണ്ട് പരസ്പരം അഹങ്കാരവും ഈഗോയും ഒക്കെ പ്രകടിപ്പിക്കാതിരിക്കുക, കോംപ്ലക്സുകൾ പ്രകടിപ്പിക്കാതിരിക്കുക, പൊങ്ങച്ചം പറഞ്ഞ് മത്സരിക്കാതിരിക്കുക, ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുക. കിട്ടിയ അവസരം അങ്ങനെ മുതലാക്കുക. ഇനി എപ്പോ കാണാൻ പറ്റുന്ന അറിയില്ല. അപ്പൊ സന്തോഷമായിട്ട് ആ നിമിഷങ്ങളെ എൻജോയ് ചെയ്യുക, ഇഴുകിച്ചേർന്ന് ഒന്നിച്ച് ആസ്വദിക്കുക. കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ പ്രാരബ്ധം ഓരോരുത്തരെയും ഓരോ വഴിക്ക് പിരിക്കും. അപ്പോ കാണുമ്പോ കാണാന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? എപ്പോഴാണോ നമ്മളെ ഇനിയും ഈ കർമ്മം അഥവാ വിധി നമ്മളെ ഒന്നിച്ച് ചേർക്കുന്നത്, അപ്പൊ കാണാം. അതുവരേക്കും ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാമെന്നേ നിവൃത്തിയുള്ളൂ. അതാണ് ലോക സ്വഭാവം. അപ്പൊ ഇവിടെ പിന്നെ വിഷയത്തിലേക്ക് വരണം. എന്താ? നന്ദഗോപർക്ക് സാമ്പത്തികമായിട്ടൊക്കെ വെൽ ഓഫ് ആണെങ്കിലേ അവിടെ വളരുന്ന 2 കുട്ടികൾക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. നന്ദഗോപർക്ക് വല്ല ക്ഷാമമൊക്കെ വന്നു ചേർന്നാൽ, ദാരിദ്ര്യമൊക്കെ വന്നു ചേർന്നാൽ അത് കുട്ടികളെ ബാധിക്കും, സന്തോഷത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദതുനാ യത്രാസേ ത്വം സുഹൃദ്വൃദഃ. അതുനാ ഇപ്പോൾ, ത്വം അങ്ങ്, എത്ര എവിടെയാണോ, ആസേ, ആസേ എന്നുള്ളത് ത്വം ആസേ, സഹ ആസ്തേ ത്വം ആസേ. നേരിട്ട് നോക്കി പറയണം. അഹം അസ്മി അല്ലെങ്കിൽ ആസം എന്നൊക്കെ പറയുന്നിടത്ത് ത്വം ആസേ, അങ്ങ് എവിടെയാണോ ഇരിക്കുന്നത്, സുഹൃത്തുക്കളോടുകൂടി, ഗോപന്മാരോടുകൂടി, സുഹൃത്തുക്കളോടുകൂടി, എത്ര ആസയെ എവിടെയാണോ അങ്ങിരിക്കുന്നത്, തദ് ബൃഹദ്വനം കച്ചിത് പശവ്യം. തദ് ബൃഹദ്വനം, നമ്മൾ ഇവിടുന്നാണ് ഇവിടെ അല്ല ഈ നന്ദഗോപരും മറ്റുമൊക്കെ എവിടെയാണ് വസിക്കുന്നത് എന്നറിയുന്നത്. ബൃഹദ്വനം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ വസിക്കുന്ന സ്ഥാനത്തിന്റെ പേര് ബൃഹദ്വനം. ഇനി കുറച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ബൃഹദ്വനത്തെ ഉപേക്ഷിച്ച്
പുതിയ സ്ഥലം നേടി, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി 15 കിലോമീറ്റർ ദൂരെയുള്ള വൃന്ദാവനത്തിലേക്ക് പോകും. ഇത് നന്ദഗാവ് എന്ന് ഇപ്പൊ ചെന്നാൽ നമുക്ക് അവിടെ അന്വേഷിച്ചാൽ ഈ വൃന്ദാവനത്തിന് അടുത്തായിട്ട് നന്ദഗാവ് എന്ന് പറയുന്ന ഇത്തിരി ദൂരമുണ്ട്. എവിടുന്ന്? വൃന്ദാവനത്തിൽ നിന്ന് ദൂരമുണ്ട്. വൃന്ദാവനം ഭഗവാന്റെ ലീലകൾ കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സ്ഥലം. അപ്പോ ഇവിടെ ബൃഹത് വനം, അത് പശവ്യം കച്ചിത് എന്നാണ് ചോദ്യം. കച്ചിത് പശവെന്ന്, പശവ്യം കച്ചിത്, കച്ചിത് എന്നുള്ളത് ചോദ്യമാണ്. ആണോ? എന്താണ് പശവ്യം? പശവ്യം എന്ന് പറഞ്ഞാല് പശുക്കൾക്ക് വേണ്ടതായിട്ടുള്ള പുല്ലും വെള്ളവും ഒക്കെ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന സ്ഥാനമാണോ? പശുക്കൾക്ക് ജീവിക്കാൻ അനുകൂലമായ സ്ഥാനമാണോ ആ ബൃഹത് വനം ഇപ്പൊ വസിക്കുന്നതായിട്ടുള്ള സ്ഥാനം? നിരുജം, നിരുജം എന്ന് പറഞ്ഞാൽ രുജ് അഥവാ രുക്ക് എന്ന് പറഞ്ഞാൽ രോഗം, ദുഃഖം, ദുരിതങ്ങൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ നിരുജം എന്ന് പറഞ്ഞാലോ രോഗാദികളില്ലാത്തത്, ദുഃഖങ്ങളില്ലാത്തത്, ശല്യങ്ങളില്ലാത്തത്, പീഡകളില്ലാത്തത് എന്നർത്ഥം. നിരുജം. ഭൂരി അമ്പു തൃണവീരുതം. ഭൂരി ധാരാളം അമ്പു വെള്ളമുള്ളതും, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, വീരുതം എന്ന് പറഞ്ഞാൽ വീരുത്തുകൾ എന്ന് പറഞ്ഞാൽ വള്ളിക്കുടിലുകള് മുതലായതൊക്കെ എന്ന് വെച്ചാൽ വിശ്രമസ്ഥാനങ്ങൾ. കുട്ടികൾക്കൊക്കെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ പശുക്കൾക്ക് പുല്ല് മേഞ്ഞ് നടക്കുമ്പോൾ ഇവര് ഗോപന്മാർക്ക് വിശ്രമിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥാനങ്ങളാണ് പുൽക്കുടിലുകളും വള്ളിക്കുടിലുകളും ഒക്കെ. അപ്പൊ അതെല്ലാം ധാരാളമുള്ളതാണോ? എല്ലാം വേണ്ട പോലെ അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളാണോ? ഇപ്പോഴുള്ള സ്ഥലത്തെല്ലാം ഉണ്ടോ? സമൃദ്ധമാണോ? പശുക്കൾക്കൊക്കെ നല്ല ആരോഗ്യമില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദതുന യത്രാസേ ത്വം സുഹൃദ്വൃത. ഭ്രാതർ മമ സുത കച്ചിത് മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ. ഭ്രാതർ മമ സുത കച്ചിത് മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ. ഭ്രാതഃ സഹോദര, മമ സുതഃ എന്റെ പുത്രൻ, മാത്രാ സഹ അമ്മയോടുകൂടെ, ഭവദ്വ്രജേ അങ്ങയുടെ ഗോകുലത്തിൽ, ഭവന്തം താതം മന്വാനഃ അങ്ങയെ തന്നെ പിതാവ് ആയിട്ട്, രക്ഷകനായിട്ട്, വളർത്തച്ഛനായിട്ടൊക്കെ കണ്ടുകൊണ്ട്, ഭവദ്ഭ്യാം ഉപലാളിതഃ നിങ്ങളാൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവും നന്ദനും യശോദയും രണ്ടുപേരാലും വേണ്ട പോലെ ലാളിക്കപ്പെട്ടുകൊണ്ട്, വർത്തതേ കച്ചിത് വർത്തിക്കുന്നില്ലേ, സുഖമായിരിക്കുന്നില്ലേ? അപ്പോ ചോദ്യം ബലരാമനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും രണ്ട് മക്കളുടെ കാര്യമുണ്ട് അതിൽ. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, പ്രകടമായി ദ്വിവചനത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. എന്റെ രണ്ട് കുട്ടികള് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങയുടെ പുത്രൻ അങ്ങയെ അച്ഛനെന്ന് കരുതിക്കൊണ്ട് നിങ്ങളാൽ ലാളിക്കപ്പെട്ടവരായിട്ട് സന്തോഷമായിട്ട് അവിടെ കഴിയുന്നില്ലേ എന്ന് പരോക്ഷമായി ചോദിച്ചു. ഭ്രാതർ മമ സുത കച്ചിത് മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ. പുംസസ്ത്രിവർഗോ വിഹിതഃ സുഹൃദോ ഹ്യനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പതേ. പുംസത്രിവർഗോ വിഹിതഃ സുഹൃദോ ഹ്യനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പതേ. പുംസഃ ത്രിവർഗഃ സുഹൃദഃ അനുഭാവിതഃ വിഹിതഃ. പുംസഃ എന്ന് പറഞ്ഞാൽ പുമാന്, ഒരു മനുഷ്യന്, ത്രിവർഗഃ ത്രിവർഗങ്ങൾ എന്നാൽ ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള 3 പുരുഷാർത്ഥങ്ങൾ, 3 വിഷയങ്ങൾ. അത് സുഹൃദഃ അനുഭാവിതഃ വിഹിതഃ സുഹൃത്തുക്കൾക്കും അനുഭാവിതഃ അവർക്കും പങ്കിട്ടു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമായിട്ടാണ് വിഹിതമായിരിക്കുന്നത്.
എന്നുവെച്ചാൽ നമ്മൾ ബന്ധുക്കൾക്ക് ധനം ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് അല്ലെ ധർമ്മം, അർത്ഥം, കാമം, അങ്ങനെ 3 വിഷയങ്ങൾ. അപ്പൊ നമ്മള് സെക്യൂർ ആണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട്, നമ്മൾക്ക് നല്ല ബേസിസ് അല്ലെങ്കിൽ നല്ല സെക്യൂരിറ്റി ഉണ്ട്, ധർമ്മം. അതുപോലെ അർത്ഥം, ധാരാളം ധനം നമ്മുടെ കയ്യിലുണ്ട്. കാമം, നമ്മുടെ കാര്യങ്ങളൊക്കെ ലക്ഷറി ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മള് എത്രയോ പൈസ അനാവശ്യമായിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനും കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ചെലവാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ തന്നെ സഹോദരന്മാരുടെ മക്കൾക്കോ ബന്ധുക്കളുടെ കുട്ടികൾക്കോ വിദ്യാഭ്യാസത്തിന് പോലും അവർ ക്ലേശിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. ഇത് വാസ്തവത്തില് അധർമ്മമാണ്. ഇത് ആദ്യം അറിയണം. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ത്രിവർഗ സുഹൃത അനുഭാവിത വിഹിത. ബന്ധുക്കൾക്കും കൂടി അത്യാവശ്യത്തിന് സഹായിക്കാൻ, പങ്കിട്ടു കൊടുക്കാൻ, അവരെ ആപത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ധർമാർത്ഥ കാമങ്ങൾ വന്നു ചേരുന്നത്. അത് നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മത്തെക്കുറിച്ച് ബോധമുണ്ടാവണം എന്ന് താല്പര്യം. തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോ അർത്ഥായ കൽപ്പതേ. അപ്പൊ തേഷു ക്ലിശ്യമാനേഷു സത്സു. അപ്പൊ തേഷു ക്ലിശ്യമാനേഷു, അവർ ക്ലേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ ആശ്രിതരായിട്ടുള്ളവർ, രക്തബന്ധമുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ കഷ്ടപ്പെടുമ്പോൾ, തേഷു ക്ലിശ്യമാനേഷു, ഈ ത്രിവർഗ അർത്ഥായ ന കൽപ്പതേ, നമ്മൾ നേടിയിട്ടുള്ള ത്രിവർഗങ്ങൾ നമുക്ക് വാസ്തവത്തില് പ്രയോജനമില്ലാത്തതായിട്ടാണ്. അർത്ഥത്തിനായിക്കൊണ്ട് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ത്രിവർഗങ്ങൾ സുഖമായി അനുഭവിച്ചു കൊണ്ടിരിക്കുക, നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, ചുറ്റുപാടുള്ളവരൊക്കെ ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ബന്ധുക്കൾ ക്ലേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ത്രിവർഗം കൊണ്ട് ഫലമില്ല. മറ്റവർക്ക് ഉപകാരം ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ധർമ്മവും അർത്ഥവും കാമവും സഫലങ്ങളാവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. വസുദേവരാണ് പറയുന്നത്. വളരെ ജ്ഞാനിയായിട്ടുള്ള അദ്ദേഹം വളരെ ന്യായമായ ഒരു കാര്യം പറയണം. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? തന്റെ പുത്രനെ, തന്റെ ഭാര്യയെയും അവിടെ അനാഥകളെ പോലെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ വളരെ സുരക്ഷിതമായിട്ട് നന്ദഗോപർ നോക്കുന്നു. അത് നന്ദഗോപരുടെ കർത്തവ്യം അദ്ദേഹം നന്നായി ചെയ്യുന്നു എന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇപ്പൊ ഞാനാണെങ്കിലോ അവശനാണ്, എനിക്കിപ്പോ ഒരു സഹായവും അങ്ങോട്ട് ചെയ്യാനുള്ള കഴിവുമില്ല, ഞാൻ ക്ലേശിക്കുന്നവനാണ്. അപ്പൊ ക്ലേശിക്കുന്ന എന്നെ അങ്ങ് സഹായിക്കുന്നത് ധർമ്മമാണല്ലോ, ഈ ത്രിവർഗങ്ങളെ കൊണ്ട് സാധിക്കേണ്ട കാര്യമാണല്ലോ എന്ന് സൂചിപ്പിച്ച് അങ്ങ് വളരെ ധർമ്മനിഷ്ഠനാണ്, അങ്ങ് ബന്ധുക്കളെ സഹായിക്കുക എന്നുള്ള ഉത്തമമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. ഇതിലൂടെ ലോകത്തിനും ഇതിലൂടെ ഒരു സന്ദേശം നൽകുകയാണ്. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ പുത്രന്മാർ, പുത്രിമാരൊക്കെ പല അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കഷ്ടപ്പെടുമ്പോൾ നമ്മളിവിടെ ലക്ഷറി ആയിട്ട് അനാവശ്യമായിട്ട് ധൂർത്തടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയ പാപമാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം. നമ്മൾ സ്വാർത്ഥരാവാൻ പാടുള്ളതല്ല. അപ്പൊ സ്വന്തം ബന്ധുക്കളെ പോലും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ, അല്ലെ, അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഇതാണ് അതിന്റെ താല്പര്യം. അപ്പൊ നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ളവരും വളരെ വേണ്ടപ്പെട്ടവരൊക്കെ കഷ്ടപ്പെടുമ്പോൾ അവരെ പോലും സഹായിക്കാൻ മനസ്സില്ലാത്തവർ പിന്നെ ആരെയാ പോയി സഹായിക്കണം? ഉഗാണ്ടയിലും സോമാലിയിലുള്ള ആൾക്കാരെയോ? അതുകൊണ്ട് ചുറ്റുപാടുള്ള നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന, ആശ്രയിച്ചിരിക്കുന്ന ബന്ധുക്കളെ സഹായിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് എന്ന് തിരിച്ചറിയുക. അതിനുള്ള ഒരു പാഠവും കൂടി ഇവിടെ വസുദേവർ പറയുന്നു. പുംസസ്ത്രിവർഗോ വിഹിതഃ സുഹൃദോ ഹി അനുഭാവിതഃ
നതേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പതേ. ഇങ്ങനെ നല്ലൊരു സംവാദം അല്ലെ വസുദേവർ നന്ദഗോപരോട് പറഞ്ഞ കാര്യങ്ങൾ. അതിന് നന്ദൻ മറുപടി കൊടുക്കുന്നു ചുരുങ്ങിയ വാക്കുകളിൽ. നന്ദ ഉവാച അഹോ തേ ദേവകീപുത്രാഃ കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാവരജ കന്യാസാപി ദിവംഗതാ. നന്ദ ഉവാച അഹോ തേ ദേവകീപുത്രാഃ കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാവരജ കന്യാസാപി ദിവംഗതാ. നന്ദൻ വസുദേവരോട് മറുപടി പറയണു. അഹോ കഷ്ടം കഷ്ടം കഷ്ടം. ദേവകീപുത്രാഃ തേ ദേവകീപുത്രാഃ അങ്ങയ്ക്ക് ദേവകീദേവിയിലുണ്ടായ പുത്രന്മാർ, മറ്റ് ഭാര്യമാര് അനേകമുണ്ട്. അവരിലുണ്ടായ പുത്രന്മാർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവർ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ദേവകിയെ വിവാഹം കഴിച്ചു. ദേവകിയിൽ മാത്രമാണ് അങ്ങനെ നിരന്തരം കുട്ടികൾ ഉണ്ടായത്. കാരണം കാരാഗ്രഹത്തിലായിരുന്നു രണ്ടുപേരും അല്ലെ, കംസന്റെ ബന്ധനത്തിലായിരുന്നു. അതുകൊണ്ട് മറ്റ് ഭാര്യമാരിലെ സന്തതികൾ ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ഈ 8-9 കൊല്ലം കൊണ്ട് 8 സന്തതികൾ വരിവരിയായിട്ട് ഉണ്ടായി ദേവകിയില്. അങ്ങനെ തേ ദേവകീ പുത്രാഹ നിനക്ക് അങ്ങയ്ക്ക് ദേവകിയിലുണ്ടായതായിട്ടുള്ള പുത്രന്മാര് ബഹവഹ കംസേന ഹതാഹ ഒരുപാട് പേരെ കംസനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ 6 പേര് കൊന്നതും 7ാമത്തത് അലസിപ്പോയതും ഒക്കെ നന്ദൻ അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. അപ്പോ ബഹവഹ കംസേന ഹതാഹ. ഇനി ഏകാ അവശിഷ്ട അവരജ കന്യ സാപി ദിവംഗത. ഇനി ഏക അപരജ ഒരുത്തി ഒടുവിലുണ്ടായവൾ, അപരജ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ജനിച്ചത്. ആ ഏക ഒരുവൾ അവശിഷ്ട ശേഷിച്ചിരുന്നു. സാ കന്യാഭി ദിവംഗത അവളും സ്വർഗത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ഈ കഥയും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പറയുന്നു. ആ പെൺകുട്ടിയും അനുഭവിക്കാൻ കിട്ടിയില്ല, മകളായിട്ട് വളർത്താനൊന്നും സാധിച്ചില്ല, അതും ആകാശത്തേക്ക് പറന്നുപോയി എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനിയിപ്പോ അതും മരിച്ചുപോയി എന്നാണോ ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ദിവംഗത എന്നുള്ള വാക്കിന് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പല അർത്ഥമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അങ്ങേക്ക് 6 മക്കൾ മരിച്ചുപോയി, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് അതും അങ്ങനെ പോയി, വല്ലാത്ത കഷ്ടമായി പോയി. ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ ദുഃഖം എന്താണെന്ന്. ഞങ്ങൾ കൂടെയുണ്ട് ബന്ധുക്കൾ. നൂനം ഹി അദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോ ജനഃ അദൃഷ്ടം ആത്മനസ്തത്വം യോ വേദ ന സമുഹ്യതി. അപ്പോ നൂനം ഹി അദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോ ജനഃ അദൃഷ്ടം ആത്മനസ്തത്വം യോ വേദ ന സമുഹ്യതി. നൂനം ഹി അദൃഷ്ടനിഷ്ഠഃ അയം അദൃഷ്ടപരമഃ ജനഃ. അയം ജനഃ, ഈ ജനം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും, ജനിച്ചവരെല്ലാവരും, നമ്മളെല്ലാവരും തന്നെ അദൃഷ്ടനിഷ്ഠ, അദൃഷ്ടത്തിൽ നിഷ്ഠയോടുകൂടിയവരാണ്. അപ്പൊ അദൃഷ്ടത്തിലാണ് നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അദൃഷ്ടമാണ് നമ്മുടെ എല്ലാറ്റിനും ബേസിസ്, ആധാരം. എന്താ അദൃഷ്ടം? നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ തന്നെ കാണാൻ പറ്റാത്തത് കൊണ്ട് അദൃഷ്ടം. അപ്പൊ നമ്മുടെ പ്രാരബ്ധങ്ങൾ, നമ്മുടെ കർമ്മഫലങ്ങൾ, അതിലാണ് എല്ലാവരും നിഷ്ഠരായിരിക്കുന്നത്. അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അദൃഷ്ടമാണ്. അദൃഷ്ടനിഷ്ഠ, അദൃഷ്ടത്തിൽ നിഷ്ഠയോടുകൂടിയതും അദൃഷ്ടപരമഃ, ആ അദൃഷ്ടം തന്നെ ലക്ഷ്യവും. അദൃഷ്ടത്തെ പ്രാപിക്കാൻ തന്നെയാണ് നമ്മളൊക്കെ ജനിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ അദൃഷ്ടപരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തതായിട്ടുള്ള കർമ്മഫലങ്ങളെ അനുഭവിക്കാനുള്ളവരാണ് എല്ലാവരും. മറ്റൊരർത്ഥത്തിൽ അദൃഷ്ടപരമ എന്ന് പറഞ്ഞാല്, അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ആ ഈശ്വരനിലാണ് നമ്മൾ പരമമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് നമുക്ക് ആശ്രയം. ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കേണ്ടത് എന്നും അർത്ഥമെടുക്കാം. ആത്മനഃ തത്വം അദൃഷ്ടം. ആത്മാവിന്റെ തത്വവും അദൃഷ്ടമാകുന്നു. ഇന്നതാണെന്ന് ആർക്കും ദർശിക്കാൻ പറ്റുന്നതല്ല അതിന്റെ സ്വരൂപം, ആത്മാവിന്റെ സ്വരൂപം. അപ്പോൾ അത്ഭുതമാണ് ആത്മാവിന്റെ സ്വരൂപം.
അതിനെ യഹ വേദ, ആരറിയുന്നുവോ, സഹ ന മുഹ്യതി, അവർ മോഹിക്കുന്നില്ല. അപ്പൊ ഈ ആത്മാവ് നാശരഹിതമാണ് എന്നുള്ള തത്വവും, നിത്യമാണ്, അവ്യയമാണ്, ജന്മരഹിതമാണ് എന്നുള്ള ആത്മാവിന്റെ തത്വവും, ബാക്കി നമ്മുടെ കർമ്മഫലമായിട്ട് നമ്മുടെ പ്രാരബ്ധങ്ങൾ എന്തെല്ലാം സുഖദുഃഖങ്ങൾ വരുന്നു അതിനെക്കുറിച്ചുമുള്ള രഹസ്യം, കർമ്മങ്ങളുടെ രഹസ്യം, കർമ്മങ്ങളുടെ സ്വഭാവം, കർമ്മ നിയമങ്ങളെക്കുറിച്ച് ആരറിയുന്നുവോ അവര് സമാധാനിക്കുന്നു, അവര് മോഹിക്കുന്നില്ല, അവർ സ്വയം ആശ്വസിക്കുന്നു. ഇതാണ് എന്റെ കർമ്മഫലം, ഇത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു, ഇതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ ദുഃഖം എന്നും നിൽക്കുകയില്ല, ഇന്നത്തെ സുഖവും ശാശ്വതമല്ല. ഇതെല്ലാം അതിഥികളെ പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിഥികളെ നമ്മൾ ആ രീതിയിൽ ആഗതരാകുമ്പോൾ സ്വാഗതം ചെയ്യുക, പോകുമ്പോൾ പറഞ്ഞയക്കുക. പെർമനന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കണമെന്ന് അതിഥികളോട് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അത് വരട്ടെ, വരുമ്പോൾ സൽക്കരിക്കുക, പോകുമ്പോഴും അതുപോലെ ബഹുമാനിച്ച് അയക്കുക, സന്തോഷമായിട്ട് യാത്ര അയക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ശാശ്വതമായിട്ടുള്ളത് ആത്മനഃ തത്വം, അതറിഞ്ഞുകൊണ്ട് അതിലുറച്ചു നിൽക്കുക, ആ ഈശ്വര തത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അങ്ങനെയുള്ളവര് ന മുഹ്യതി, മോഹിക്കുന്നില്ല എന്നുള്ള ആ തത്വത്തെ പറഞ്ഞു. ഇനിയും വസുദേവര് ഇദ്ദേഹത്തെ യാത്രയാക്കുന്നു. വസുദേവ ഉവാച കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ചവഃ നേഹസ്ഥേയം ബഹുതിദം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. വസുദേവ ഉവാച കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ചവഃ നേഹസ്ഥേയം ബഹുതിദം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. വസുദേവർ നന്ദനോട് പറയുകയാണ്, കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ, രാജ്ഞേ രാജാവിനായിക്കൊണ്ട് നൽകേണ്ടതായിട്ടുള്ള വാർഷിക കരഃ ദത്തഃ വൈ, വർഷം തോറും കൊടുക്കാനുള്ളതായിട്ടുള്ള കരം ഈ വർഷത്തെ ഡ്യൂ അങ്ങ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ദൃഷ്ടാ വയം ച വഹ, വഹ വയം ദൃഷ്ട, അങ്ങയാൽ ഞാൻ കാണപ്പെടുകയും ചെയ്തു, നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടു എന്നർത്ഥം. അപ്പൊ നമ്മളും തമ്മില് കണ്ടുമുട്ടി, വയം ദൃഷ്ട. ഇനി ന ഇഹ സ്ഥേയം ബഹുതിദം, ബഹുതിദം ബഹുതിഥികൾ എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങൾ എന്നർത്ഥമാണ്, അധിക കാലം എന്നർത്ഥത്തില്. അനേക ദിവസങ്ങൾ, ഇഹ ന സ്ഥേയം, ഇവിടെ സ്ഥിതി ചെയ്യാൻ പാടുള്ളതല്ല, ഇവിടെ വസിക്കാൻ പാടുള്ളതല്ല, ഇവിടെ നിൽക്കരുത്. എന്താ കാരണം? സന്ധി ഉൽപാദാഹ ഗോകുലേ, ഗോകുലേ ആ വ്രജത്തിൽ നിങ്ങളുടെ ഗൃഹത്തില് ഉൽപാദങ്ങൾ സന്ധി, ദോഷസൂചകങ്ങളായിട്ടുള്ള പല നിമിത്തങ്ങളും ഞാൻ കാണുന്നു. എന്തൊക്കെയോ അപകടങ്ങള് മണക്കുന്നു, അല്ലെ, എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അങ്ങ് വേഗം അങ്ങയുടെ ഗൃഹത്തിലേക്ക് മടങ്ങി ചെല്ലൂ, മധുരയിൽ നിന്ന് ബൃഹത് വനത്തിലേക്ക് ചെല്ലൂ എന്ന് നന്ദനെ പ്രേരിപ്പിക്കുകയാണ്. കാരണം അവിടെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യം. വന്ന കാര്യങ്ങൾ, രണ്ട് പ്രധാന കാര്യങ്ങൾ കഴിഞ്ഞു, കരം കൊടുത്തു, തമ്മിൽ കാണാനുള്ളത് കണ്ടു, ഇനിയിപ്പോ അധികം താമസിക്കേണ്ട യാതൊരു കാര്യവുമില്ല, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു. ശ്രീശുക ഉവാച ഇതി നന്ദാദയോ ഗോപാഃ പ്രോക്താസ്തേ ശൗരിണായയുഃ അനോഭിർ അനടുദ്യുക്തൈഃ തമനുജ്ഞാപ്യ ഗോകുലം. ശ്രീശുക ഉവാച ഇതി നന്ദാദയോ ഗോപാഃ പ്രോക്താസ്തേ ശൗരിണായയുഃ അനോഭിർ അനടുദ്യുക്തൈഃ തം അനുജ്ഞാപ്യ ഗോകുലം. ശ്രീശുക ഉവാച, ശുകബ്രഹ്മർഷി പറയുന്നു, ഇതി നന്ദാദയഃ ഗോപാഃ, ഇങ്ങനെ നന്ദനും കൂടെ വന്ന ഗോപന്മാരും ഉണ്ട്, അദ്ദേഹത്തിന്റെ സഹായികളായിട്ട് വന്നവരുണ്ട്. അവരെല്ലാം തേ ശൗരിണാ പ്രോക്താഹ, ശൗരിയാൽ ശൂരസേന പുത്രനായ വസുദേവരാൽ ഇപ്രകാരം പ്രോക്താഹ, ഇങ്ങനെയെല്ലാം പറയപ്പെട്ടിട്ട് വേഗം പൊക്കോളൂ എന്ന് യാത്രയും കൊടുക്കപ്പെട്ടു. അതുകൊണ്ട് യയുഹു, എവിടേക്ക് യയുഹു? ഗോകുലം യയുഹു, ഗോകുലത്തിലേക്ക് യാനം ചെയ്തു. എങ്ങനെ? അനോഭിഹി, അനോഭിഹി എന്ന് പറഞ്ഞാൽ അനസ്സുകൾ, അനഹ
എന്നുള്ളതാണ് ശബ്ദം. സകാരാന്ത നപുംസകലിംഗമാണ്. അനസ്, കാളവണ്ടി എന്നാണ് അർത്ഥം. അതിന്റെ തൃതീയ ബഹുവചനം അനോബിഹി, അനസ്സുകളാൽ എന്ന് വെച്ചാൽ കാളവണ്ടികളാൽ എന്നർത്ഥമാണ്. അതിനെ വഹിക്കുന്നത് കൊണ്ടാണ് കാളയ്ക്ക് പേര് അനഡ്വാൻ. അനഡിനെ വഹിക്കുന്നവൻ, അനസ്സിനെ വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കാളവണ്ടിയെ വഹിക്കുന്നവൻ കാള. അപ്പൊ കാളയുടെ പര്യായമായിട്ട് അനഡ്വാൻ, വണ്ടി വലിക്കുന്നവൻ, അനസ്സിന്റെ വാഹകൻ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അനഡുദ്, അനഡുദ് യുക്തൈഹി. അനഡുഹ് എന്നാണ് ശബ്ദം വരിക, ഏകവചനം. ശബ്ദം വരുന്നത് അനഡുഹ്, അനസ്സിനെ ഉഹിക്കുന്നവൻ, വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ വണ്ടിയെ വഹിക്കുന്നവൻ, ഭാരവാഹി, ദുരന്തരൻ എന്നൊക്കെ അർത്ഥത്തില് അനടുത്ത് എന്ന് കാള. അനടുദ് യുക്തൈഹി എന്ന് പറഞ്ഞാലോ കാളകളാൽ കെട്ടപ്പെട്ടതായിട്ടുള്ള, യോജിക്കപ്പെട്ടതായിട്ടുള്ള വണ്ടികളോടുകൂടെ ഗോകുലം യയുഹു, ഗോകുലത്തിലേക്ക് യാത്രയായി. തം അനുജ്ഞാപ്യ എന്നും കൂടി ഉണ്ട്. എന്താണ് തം? വസുദേവരോട് അനുജ്ഞാപ്യ, അനുജ്ഞയെ നേടിയിട്ട്, ആജ്ഞ ചോദിച്ചിട്ട് എന്നർത്ഥം. അദ്ദേഹത്തിനോട് യാത്രാനുമതി ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് അനുമതി കിട്ടി. പരസ്പരം വിഷമുണ്ട്, പിരിയുന്നത് വളരെ കാലത്തിന് ശേഷം കാണുകയാണ്, കണ്ട് തൃപ്തിയായിട്ടൊന്നുമില്ല. എങ്കിലും പ്രായോഗികമായി അപ്പ ചെയ്യേണ്ടത് ഇന്നതാണെന്ന് രണ്ടുപേർക്കും നല്ല വിവേകമുണ്ട്. അവിടെ ഇമോഷൻസിനൊന്നും സ്ഥാനമില്ല. അപ്പോ വിവേകപൂർവം വസുദേവർ പറഞ്ഞു, വേഗം ചെല്ലൂ. അത് നന്ദർക്കും ശരിയാണെന്ന് തോന്നി. അദ്ദേഹത്തിനും അപ്പോഴേക്കും ഗൃഹത്തിന്റെ ഓർമ്മ വന്നു. അയ്യോ, ഉണ്ണിയെ മര്യാദയ്ക്ക് കണ്ടിട്ട് പോലുമില്ല, വേഗം ചെല്ലണം എന്നുള്ള രീതിയിൽ യാത്ര പറഞ്ഞ് ആ വണ്ടികൾ കൊണ്ട്, കാളവണ്ടികളിൽ, കാളകളാൽ പൂട്ടപ്പെട്ടതായിട്ടുള്ള വണ്ടികളിൽ അവർ യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ നന്ദ വസുദേവ സംഗമോ നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാരായണ. നാളെ പൂതനാമോക്ഷത്തിലേക്ക് കിടക്കും. നാളെ കാണാം. ഹരി ഓം. അതി അത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ലീല, പൂതനാമോക്ഷം. ആരാണോ പൂതനാമോക്ഷം കേൾക്കുന്നത് അവർക്ക് ഭഗവാനിൽ ഗോവിന്ദേ ലഭതേ രതിം, അല്ലെ? ഗോവിന്ദനിൽ വർദ്ധിച്ച രതി ഉണ്ടാവും. നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ. ഹരി ഓം.